പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. അമ്മയുടെ സാക്ഷിയായി എന്നെ ഇവിടെ നിർത്തിയതിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജിജി, വീട് നോർത്ത് ചാലക്കുടി സെൻറ്റ് ജോസഫ് ഇടവക. ഞങ്ങൾ 15 വർഷമായി UK താമസിക്കുന്നത്. 2019 ഞാൻ ആദ്യമായി കൃപാസന മാതാവിനെ കുറിച്ച് അറിയുന്നത്. എൻ്റെ അമ്മ ഇവിടെ വന്ന് ധ്യാനം കൂടുകയും അമ്മ ഇവിടെ നിന്ന് ധ്യാനം കൂടുന്ന ആ ആഴ്ചയിൽ തന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഇവിടുത്തെ ആരാധന കാണുകയും ആരാധന കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നി. ഞാൻ അന്നത്തെ മുഴുവൻ ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടി ആരാധന ഞാൻ മുടക്കിയിട്ടില്ല. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞാൻ ആദ്യമായി കൃപാസനം പരിചയപ്പെടുമ്പോൾ ഞാൻ എൻ്റെ 3ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്നു, 4 മാസം. അപ്പോൾ 2 ആൺമക്കളാണ്. 3ാമത്തെ ഒരു മോള് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പൂർണ്ണ ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ നൽകുകയാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താമെന്ന്, മാതാവിൻ്റെ മുൻപിൽ വന്ന് കുഞ്ഞിനെ സമർപ്പിക്കാമെന്ന് നേർന്നിരുന്നു. അതനുസരിച്ച് 2019 ഓഗസ്റ്റിൽ ഞങ്ങളിവിടെ വരികയും കുഞ്ഞിന് 6 മാസം പ്രായമുള്ളപ്പോൾ ഇവിടെ വരികയും ഇവിടെ ഭയങ്കര തിരക്കുള്ളൊരു സമയമായിരുന്നു. നിൽക്കാൻ പോലും ഇടയില്ലാത്ത വിധം തിരക്കുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ എങ്ങനെ എൻ്റെ സമർപ്പണം പൂർത്തിയാകുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇവിടം വരെ വന്നു. ഇവിടെ കുർബാന സ്വീകരണം നടക്കുന്ന സമയത്ത് ഒരു വോളണ്ടിയറായിട്ടൊരു ചേച്ചി വന്ന് എന്നെ ഇങ്ങോട്ട് തള്ളി മാതാവിൻ്റെ മുന്നിലേക്ക് നിർത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞിനെ ഇനി ഇവിടെ നിൽക്കണം, അച്ഛൻ കുർബാന കൊടുത്ത് കഴിയുന്നവരെ ഇവിടെ നനങ്ങരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേർന്നിരുന്നത് ഞാൻ കുഞ്ഞിനെ 5 മിനിറ്റ് നേരം മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ സമർപ്പിക്കാമെന്നാണ്. 5 മിനിറ്റ് കൃത്യം ഞാൻ മാതാവിനെ കുഞ്ഞിനെ സമർപ്പിച്ചു. ദൈവാനുഗ്രഹത്താൽ അന്നത്തെ സമർപ്പണത്തിന് ശേഷം എൻ്റെ മകളും മിടുക്കിയായിട്ടിരിക്കുന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എൻ്റെ മൂത്ത മകന് വേണ്ടിയാണ്. അവന് 15 വയസ്സ്. 2019 ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഓൺലൈൻ ഉടമ്പടി വന്നപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായി. 2022 ഓഗസ്റ്റിൽ ഞാനിവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു. 2023 ജൂലൈയിൽ എൻ്റെ മകൻ 14 വയസ്സുള്ളപ്പോൾ അവിടുത്തെ സ്കൂളിലൊരു ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടാവുകയും ഗ്യാസ് ലീക്കേജും ഫയർ ഇൻസിഡൻറ്റും ഉണ്ടായി. പുക വന്നു ഇവരുടെ ക്ലാസ്സിൽ. അപ്പോൾ ഇവൻ ഇരുന്നത് ബാക്കിലിരുന്ന് 3 കുട്ടികളെ അവർ സസ്പെക്റ്റായിട്ട് വെച്ചു. ഇവരാണത് ചെയ്തതെന്നുള്ള ഒരു തെളിവ് അവർക്കില്ല, അവരാരും അത് കണ്ടിട്ടില്ല. ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ CCTV ഇല്ല. പക്ഷേ ഇവർ 3 പേരെയും സസ്പെക്റ്റാക്കി സസ്പെൻസ് ചെയ്തു. മകൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ അവനെ അലൗ ചെയ്തില്ല. അപ്പോൾ അവന് ഞങ്ങളെ വിളിക്കാൻ പറ്റിയില്ല. ഞങ്ങളിത് അറിയുന്നത് സ്കൂൾ ടൈം എല്ലാം കഴിയുമ്പോഴാണ് അറിയണത് ഇങ്ങനെ ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ടായി. പിറ്റേ ദിവസം ഞങ്ങൾ സ്കൂളിൽ അന്വേഷിക്കുമ്പോൾ ഇതൊരു സീരിയസ് ഇൻസിഡൻ്റ് ആണ്, പോലീസ് റെഫറൻസ് വിട്ടിട്ടുണ്ട്, കുട്ടി സസ്പെക്റ്റഡ് ആണ്, സസ്പെൻഷനാണ് ഫസ്റ്റ് 3 ഡേയ്സിലേക്ക്. പിന്നെ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. എൻ്റെ ഇളയരെ 2 പേരെയും നോക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോനാണ്. അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷേ അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. എനിക്ക് എൻ്റെ ലൈഫിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ അറിയുന്നത് എൻ്റെ 14ാമത്തെ വയസ്സിലാണ്. 14ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ക്രൂസ് ചെയ്ത രൂപത്തിൽ നിന്ന് ഒരു ദൈവ സ്വരം കേൾക്കുകയും അന്ന് മുതൽ ഞാൻ കുർബാന ബൈബിളിന് ഞാൻ അഡിക്റ്റായി പോവുകയും ചെയ്തു. അന്ന് മുതൽ ഞാൻ ഭയങ്കര വിശ്വാസിയായി മാറി. അതുകൊണ്ട് ഞാൻ UK പോകുന്ന സമയത്ത് ഒരിക്കലും കേരളം വിട്ട് പോകാൻ ആഗ്രഹമുള്ള ഒരാളായിരുന്നില്ല. കല്യാണം കഴിച്ചപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ ഏക ഡിമാൻഡ് എന്നോട് പുറത്ത് പോകാൻ പറയരുത്. പുള്ളി അത് എഗ്രി ചെയ്തിട്ടാണ് കല്യാണം കഴിച്ചത്. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി പുറത്ത് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ സമ്പൂർണ്ണ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, എവിടെയെങ്കിലും കുർബാനയുള്ളൊരു രാജ്യത്തേക്ക് നീ എന്നെ കൊണ്ടുപോകണം. അങ്ങനെ മാത്രം ഞാൻ പ്രാർത്ഥിച്ചത്. അതുപോലെ ഈശോൻ്റെ കൂടെ വരണം. അങ്ങനെ ഞാൻ വിസയ്ക്ക് കൊടുത്തപ്പോഴും ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്ന പോലെ എനിക്ക് ജർമ്മനി പോകണം, UK പോകണം എന്നൊന്നും പറയാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ഭയങ്കര പേടിയുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കൺട്രികളിൽ പോയി ഞാൻ സർവൈവ് ചെയ്യില്ല എന്ന് വിചാരിച്ച് ഞാൻ വിസ അടിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല കുഞ്ഞിന് 2 മാസം പ്രായമുള്ളൂ നേരം. പക്ഷെ 5 ദിവസത്തിനുള്ള മെസ്സേജ് വന്നു, നിങ്ങളുടെ പാസ്പോർട്ട് കളക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഓർത്ത് റിജക്ഷൻ ആയിരിക്കും. പക്ഷേ പാസ്പോർട്ട് വന്നപ്പോൾ പാസ്പോർട്ട് വിസ അടിച്ചിട്ടുണ്ട് 1.5 വർഷത്തേക്ക്. അപ്പം എനിക്ക് പോയേ പറ്റൂ. അന്നേരം ഞാൻ വീണ്ടും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ഞാൻ ചോദിച്ചു, ഈശോയെ നീ എന്തിനാ എന്നെ ഇങ്ങനെ വിടുന്നത്? അങ്ങനെയാണെങ്കിൽ എന്നെ ഒറ്റയ്ക്ക് വിടരുത്, എനിക്ക് നീ തെളിവ് തരണം, നീ എൻ്റെ കൂടെ വരുമോ ഇല്ലയോ? മോശ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, നീ കൂടെ വരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല. അന്നേരം ഞാൻ ബൈബിൾ വചനം എടുത്തപ്പോൾ ബൈബിളിൽ എനിക്ക് കിട്ടിയ വചനം ഇതാണ്: ദൈവത്തോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോടും ചേർന്നിരിക്കും.
അപ്പോൾ മകൻ്റെ ഈ ഇൻസിഡൻ്റ് ഉണ്ടായിട്ട് എനിക്ക് ആളുകളോട് പ്രതികരിക്കാനുള്ള ശേഷി വളരെ കുറവാണ്. അത് ഇംഗ്ലീഷുകാരോടായാലും മലയാളികളായാലും വീട്ടിൽ മാത്രമേ ഞാൻ പ്രതികരിക്കൂ. കാരണം ഒരിക്കൽ ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ആരെങ്കിലോടും പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈശോ എൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ട് അവരോട് ചെന്ന് നിൽക്കും. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ എനിക്കിത് ശീലമായി. എപ്പോഴും പിന്നെ എനിക്ക് 3 വചനം കിട്ടും. അപ്പോൾ ആദ്യത്തെ വചനം, ദൈവം എളിമപ്പെടുത്തുന്നതെന്ന് ആഗ്രഹിക്കുന്നവനെ അങ്ങനെ തന്നെ ചെയ്യുന്നു. എനിക്ക് എവിടെയാണെന്ന് പറയാൻ അറിയില്ല, അങ്ങനെ ഒരു വചനമുണ്ട്. അപ്പോൾ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഞാൻ എളിമപ്പെടണം. അത് കഴിഞ്ഞ് വീണ്ടും ആ സഫറിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ അടുത്ത ഒരു വചനം ഈശോ തരും. അന്യായമായി പീഡകൾ അനുഭവിക്കുമ്പോൾ ദൈവവിശ്വാസത്തോടെ അത് സഹിച്ചാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ ഞാൻ പറയും ഓക്കെ, ദർ ഈസ് സം ഹോപ്പ്, എനിക്ക് എന്തോ ഒരു അനുഗ്രഹം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും ഓക്കെ. അങ്ങനെ വീണ്ടും ദൈവത്തിൻ്റെ വഴിയിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ 3ാമതൊരു വചനം കൂടെ ദൈവം എനിക്ക് തരും. അത് ഇതാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ ഈ വചനം തന്നു കഴിഞ്ഞാൽ അടുത്തൊരു പടി ഈശോ എന്നെ ആത്മീയമായും ഭൗതികമായും ഈശോ എന്നെ ഉയർത്തും. അതൊരു പ്രോമിസാണ്. അപ്പോൾ എനിക്കതറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ പ്രതികരണം വളരെ കുറവാണ്. അപ്പം മോൻ്റെ ഇൻസിഡൻ്റ് ഉണ്ടായപ്പോഴും അതൊരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്കൂളാണ്, നല്ല രീതിയിൽ റേറ്റിംഗ് ഉള്ളൊരു സ്കൂളാണ്. പക്ഷേ ആ സമയത്ത് എവിഡൻസ് ഒന്നുമില്ലെങ്കിലും അവർക്ക് ഒന്നുകിൽ ഡിസ്മിസൽ അല്ലെങ്കിൽ സസ്പെൻഷൻ അവർക്കത് ചെയ്തേ പറ്റും. അവർക്ക് സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ നോക്കണം. ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഒരു എവിഡൻസും ഇല്ല ഈ 3 പേർക്കെതിരെ. അവർ 3 പേരും മാത്സ് ക്ലാസ് ആയിരുന്നു, മാർജിൻ വരയ്ക്കുമായിരുന്നു, അവർ ഇൻസ്ട്രുമെൻറ്റ്സ് എടുക്കുമായിരുന്നു, അവരാരും അത് ചെയ്തിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൽ ഒരു ഗവർണൻസ് ടീമുണ്ട് അവിടെ, ഏതോ ഓർഗനൈസേഷനും. ഈ ഗവർണൻസ് ടീമെന്ന് പറഞ്ഞാൽ അവരൊരു ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ ആണ്. അവർ ഫാക്റ്റ് നോക്കി ഡിസിഷൻ എടുക്കണം. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ അവർ ഫാക്റ്റ് നോക്കിയില്ല. അവർ സ്കൂൾ അക്കൗണ്ടിൽ ഐദർ ഡിസ്മിഷൻ, അത് കൺഫേം പറയുന്നില്ല, അല്ലെങ്കിൽ സസ്പെൻഷൻ അങ്ങനെ പറയുവാണ്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ ഈ പ്രിൻസിപ്പളിനോടോ ഈ മാനേജ്മെൻറ്റിനോടോ ഞാൻ വർക്ക് ചെയ്യാൻ പോയാൽ അത് നടക്കില്ല. അപ്പം ഞാനൊന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യുവാണ്. മോനാണെങ്കിൽ ഒരു കുലുക്കുമില്ല, കാരണം അവനത് ചെയ്തിട്ടില്ല. അവന് സ്കൂൾ മാറുന്ന കാര്യം തിങ്ക് ചെയ്യാനേ പറ്റില്ല. പക്ഷേ എനിക്കറിയാം അവനത് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ വിചാരിക്കുകയാണ്, ഫൈറ്റ് ചെയ്യുന്നതിലും നല്ലത് ഇവനെ എങ്ങനെയും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് സ്കൂൾ ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യുവാണ്. ഞാൻ പ്രിൻസിപ്പളിനോട് കുറച്ച് ഫൈറ്റ് ചെയ്ത് നോക്കിയെങ്കിലും ഇപ്പം എനിക്ക് മനസ്സിലായി ഗവർണൻസ് അവരുടെ കൂടെ നിൽക്കുവാണ്. എനിക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം ഇൻ എ വീക്ക്. പക്ഷേ എൻ്റെ കയ്യിൽ ഡോക്യുമെൻറ്റഡ് എവിഡൻസ് ഒന്നുമില്ല. ഞാൻ 12 മണിക്കൂറുമാണ്, ഒരു ലോങ് ഡേ ആണ് ചെയ്യുന്നത്. എനിക്ക് ഡ്യൂട്ടി ഉണ്ട് കുറേ ദിവസം. എനിക്കത് പ്ലാൻ ചെയ്യാനുള്ളൊരു ടൈമില്ല. അപ്പം ഞാനിപ്പം മകനെ സ്കൂളിൽ മാറ്റാം. ഞാൻ അവനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങി അവനോട് ഞാൻ പറയാൻ തുടങ്ങി, ഇതിൽ നല്ല സ്കൂളുകൾ ഇവിടെയുണ്ട്, നീ വറി ചെയ്യണ്ട, നമുക്ക് വേറെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അന്നേരം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ജൂലൈ ഓഗസ്റ്റ് മാത്രമേ നമ്മൾ സൂര്യനെ കാണത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ നല്ല സണ്ണി ആയിട്ടുള്ള ഡേയിൽ ഞാനൊരു വചനം ഇങ്ങനെ കാണുവാണ്, ദൈവത്തോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് ചേർന്നിരിക്കും. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ എനിക്ക് കിട്ടിയ വചനം എൻ്റെ ആ ഒരു സഫറിങ് ടൈമിൽ എനിക്കത് കാണാം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ജീസസ് ഈസ് വിത്ത് മീ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തൊരു തെറ്റ് ഞാനത് ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അത് ഫൈറ്റ് ബാക്ക് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് വക്കീലിനെ അറിയില്ല, ഗവർണൻസിനോട് എങ്ങനെ മീറ്റിംഗ് പ്രസൻറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഡോക്യുമെൻറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാനിതൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ല. നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ വക്കീലും കോടതിയൊക്കെ. അപ്പോൾ ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ മലയാളിയെ വിളിച്ചു കിട്ടിയില്ല. പിന്നെ ഒരു ഇംഗ്ലീഷുകാരി ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവൻ സെയിം ക്ലാസ്സിലാണ് അവളുടെ മോള്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്, അവനതിൽ ഇൻവോൾവ്ഡ് ആണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു. അവളൊരു സോഷ്യൽ വർക്കറാണ്. അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് നോക്കാം, ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അത് കുഴപ്പമാണെന്ന് ഗവർണൻസ് ഡിസിഷൻ വന്നപ്പോൾ തോന്നി. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു എനിക്കിത് ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യണം, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അവളുടെ ബ്രദർ ഒരു സോളിസിറ്ററാണ്, പുള്ളി ഇൻ്റർനാഷണലി വർക്ക് ചെയ്യുവാണ്. അവൾ പറഞ്ഞു ലീഗൽ അഡ്വൈസ് എടുക്കാം, പക്ഷേ ഇത് കിട്ടുമോയെന്ന് അറിയത്തില്ല. പുള്ളി വല്ലപ്പോഴും UK വരുള്ളൂ, പുള്ളി പല കൺട്രീസിൽ വർക്ക് ചെയ്യണം, അവളെ എപ്പോഴും ട്രാവൽ ചെയ്യുമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ലീഗൽ അഡ്വൈസ് എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ കേസ് അയാൾക്ക് റെഫർ ചെയ്തു. അപ്പോൾ അയാൾ ഫുള്ള് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇവൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇന്ന സമയത്ത് സെപ്റ്റംബറിൽ വരും, UK വരും, ഞാൻ കേസ് പ്രസൻറ്റ് ചെയ്തോളാം. അപ്പം ഞാൻ മാതാവിൻ്റെ മുന്നിൽ ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, മാതാവ് നീ എനിക്ക് വേറെ അടയാളമൊന്നും തരണ്ട, പക്ഷെ നീ അടയാളമായിട്ട് നീ ആ വക്കീലിനെ എൻ്റെ കൂടെ വിടണം. ഗവർണൻസ് മീറ്റിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ ഇംഗ്ലീഷുകാരൊപ്പം എത്തില്ല,
നമ്മൾ എത്ര പോയിൻറ്റ്സ് ഇട്ടാലും നമ്മുടെ ആക്സെൻറ്റും ഇതും വരുമ്പോൾ നമ്മളവിടെ ഫെയിലായിപ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അയാൾ ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ അയാൾ വന്നു. അയാൾ കേസ് ഒത്തിരി പേയ്മെൻറ്റ് മേടിക്കുന്ന ഒരു ലോയറാണ്. പുള്ളി പറഞ്ഞു പേയ്മെൻ്റ് ഒന്നും വേണ്ട, ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഞങ്ങളുടെ കൂടെ വന്ന് ആ ഗവൺമെൻറ് മീറ്റ് പ്രസൻറ്റ് ചെയ്തു. അവൻ്റെ ഭാഗത്തൊരു എവിഡൻസ് അവരുടെ കയ്യിലില്ല, ഒരു പ്രൂഫ് അവരുടെ കയ്യിലില്ല. അങ്ങനെ ആ കേസ് അവിടെ വെച്ച് ക്ലോസ് ആയി. അന്നേരം വീണ്ടും ഒരു പ്രശ്നം വന്ന്, ഈ കേസ് അവർ അന്നേ പോലീസിന് റെഫർ ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ ക്രിമിനൽ റെക്കോർഡിൽ ഇത് വരുമോ, വീണ്ടും കുഞ്ഞിനെ അത് ബാധിക്കുമോ എന്നൊക്കെ. ഇത്രയും നല്ല ബിഹേവിയറുള്ളൊരു മകൻ, അവന് ഇങ്ങനെ ഒരു ക്രിമിനൽ റെക്കോർഡ് വരണമെന്ന് എനിക്ക്. കാരണം വീട്ടിൽ അതുപോലെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുഞ്ഞാണ്. അത്രയും കുഞ്ഞുങ്ങളെ നോക്കാനും വീട്ടിലെ പണി അതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മകനാണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഈ മകൻ്റെ പേരിൽ ഒരു പ്രോബ്ലവും വരാതെ റെക്കോർഡ് ക്ലിയറായി കിട്ടണം. അങ്ങനെ പോലീസ് ഒരിക്കൽ വീട്ടിലേക്ക് വന്നു എൻക്വയറി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സംസാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സ്കൂൾ റെഫറൻസ് വിട്ടതുകൊണ്ട് എനിക്കത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ട്രൂലി ഐ എം ടെല്ലിങ് യു, ഐ ഡോണ്ട് ഹാവ് എ സിംഗിൾ പീസ് ഓഫ് എവിഡൻസ് അഗൈൻസ്റ്റ് ഹിം. എൻ്റെ കയ്യിൽ ഒരു സിംഗിൾ പീസ് ഓഫ് എവിഡൻസ് പോലും അവനെതിരായിട്ടില്ല. അതുകൊണ്ട് എനിക്കിതിലൊന്നും ചെയ്യാനില്ല. ഞാൻ ഹാപ്പിയാണ് നിങ്ങൾക്ക് ക്ലിയറൻസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കംപ്ലീറ്റ്ലി കേസ് അവിടെ വെച്ച് ക്ലോസ് ആയി. പോലീസ് ക്ലിയറൻസ് ഞങ്ങൾക്ക് കിട്ടി. അതാണ് എൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു സാക്ഷ്യം. ഈ ഒരു സഹനം ഞങ്ങളൊരു 3 മാസത്തോളം, അതായത് നമ്മൾ ഹോളിഡേ പോകുന്നൊരു ടൈമാണ്, ജൂലൈ ഓഗസ്റ്റ്, നമുക്ക് ആകെ കുറച്ച് സൺ കാണുന്ന ഒരു സമയമാണ്. നമ്മൾ ഹോളിഡേ ഒക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമ്മൾ എന്താ പറയുക, സങ്കടത്തിൻ്റെ കണ്ണീരിൻ്റെ കടലിലായിപ്പോയി ഞങ്ങളുടെ കുടുംബം. പക്ഷെ ഞങ്ങൾക്ക് ഈശോ ഒത്തിരി വചനം തന്നു. ആദ്യമായിട്ട് തന്ന വചനം, സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമയെയോ ശക്തനിൽ നിന്ന് ഇരയെയോ മോചിപ്പിക്കാൻ നിനക്ക് കഴിയുമോ? കഴിയും. എന്തെന്നാൽ നിൻ്റെ മക്കളോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിൻ്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ഏശയ്യാ 49:25 ഈ വചനമാണ് ഒന്ന് തന്നത്. പിന്നെ രണ്ടാമത് തന്ന വചനം, ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്കൊരു നിയോഗം ഒരാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയിട്ട് ഞാൻ വചനം ചോദിക്കും. ഈശോ ഒരു വചനഭാഗം തരും. പിന്നെ ആ കാര്യം കഴിയുന്നവരെ ഞാനത് സ്ഥിരമായി വായിച്ചുകൊണ്ടിരിക്കും കുടുംബ പ്രാർത്ഥനയിൽ. ഇതൊരു റുട്ടീനായിട്ട് പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ കിട്ടിയൊരു വചനം യോഹന്നാൻ്റെ പുസ്തകം 14-ാം അധ്യായമാണ്. അതിൽ ആ അധ്യായം മുഴുവൻ ഞാൻ ഇത് കഴിയുന്നവരെ വായിച്ചുകൊണ്ടിരുന്നു. അതായത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അതിലെ വചനങ്ങളെല്ലാം എനിക്കിപ്പോൾ കാണാപാഠം അറിയാം. അതാണ് എനിക്ക് ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹം. അല്ലെങ്കിൽ പുതിയ നിയമം വായിച്ചാൽ എനിക്ക് മനസ്സിലാകാത്ത ഒരാളായിരുന്നു. അതിലൊരുപാട് ഇറ്റ്സ് എ ട്രഷർ. അതുപോലെ വചനങ്ങളുണ്ട് അതിനകത്ത്. എന്നേക്ക് നിങ്ങളോടുകൂടി ആയിരിക്കാൻ ഞാനൊരു സഹായകനെ അയച്ചു തരും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ ഇരുവരും അവനിൽ വസിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അങ്ങനെ 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 ഒരുപാട് വചനങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഈ വചനമെല്ലാം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുപോലെ ആ സമയത്ത് ഞങ്ങൾ ജൂലൈ വാൾഷിങ്ങാമിൽ പെരുന്നാളിന് പോകുന്നൊരു സമയമാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എല്ലാ പ്രാവശ്യം പോകുന്നത്. ഇപ്രാവശ്യം പോകുമ്പോൾ കരഞ്ഞിട്ടാണ് പോകുന്നത്. ആരെയും കാണിക്കുന്നില്ലെന്നുള്ളൂ, പക്ഷേ ഉള്ളിൽ കരയുവാണ്. അന്നേരം എൻ്റെ രണ്ടാമത്തെ മകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അവനെന്തോ പറയുന്നുണ്ട് ബസ്സിലിരുന്നിട്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ചോദിക്കും, നീ എന്തീ പറയണേ, എനിക്ക് മനസ്സിലാവുന്നില്ല ക്ലിയർ ആയിട്ട്. ഐ ഹാഡ് എ വിഷൻ എന്ന് പറഞ്ഞു. അപ്പം നിനക്ക് അവന് 8 വയസ്സേ ഉള്ളൂ, 8 വയസ്സുകാരന് എന്ത് വിഷനാണുള്ളത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വളരെ അപ്സെറ്റാണ് ആ ബസ്സിലിരിക്കുമ്പോൾ. ഞാൻ മാതാവിനോട് ചോദിക്കുന്നുണ്ട്, വൈ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇത്ര സഹനം എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അവൻ എന്നെ വിളിച്ചിട്ട്, മാം ഞാനിങ്ങനെ ക്ലൗഡിനെ കണ്ടു. ക്ലൗഡ് ഫോംഡ് ടു എ സ്റ്റെയർ ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, യാക്കോബിൻ്റെ ഗോവണി എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം എപ്പോഴും എന്നെ അറിയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വചനത്തിലൂടെ, അതുപോലെ ഇങ്ങനെ ഒരു ദർശനങ്ങൾ. അതുപോലെ ഈ മീറ്റിംഗ് പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡേ ബിഫോർ ഈ സോളിസിറ്റർ എന്നെ വിളിച്ചിട്ട് പറയുവാണ്, നിനക്ക് കേസിൻ്റെ കുറിച്ച് എല്ലാം അറിയാലോ, നീ ഒരു കവറിങ് ലെറ്റർ ഉണ്ടാക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്കന്ന് ലോങ് ഡേ ഡ്യൂട്ടി, ഞാൻ ഡെപ്യൂട്ടി ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് ഒത്തിരി തിരക്കുള്ള സമയമാണ്. അപ്പം എനിക്കതിൻ്റെ ഇടയിൽ കവറിങ് ലെറ്റർ ഉണ്ടാക്കാനുള്ളൊരു മാനസികാവസ്ഥയല്ല. ഡ്യൂട്ടിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പുള്ളി പറയും, പുള്ളിക്ക് സമയമില്ല, പുള്ളി ഗ്രൗണ്ട് റിവ്യൂ കൊണ്ടുവരാം, നീ കവറിങ് ലെറ്റർ ഉണ്ടാക്കാൻ എൻ്റെ അടുത്ത്. അന്നേരം ഞാൻ കരഞ്ഞു പോയി. ഞാൻ നേരെ ഓഫീസിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഞാൻ കരഞ്ഞു.
അപ്പോൾ എൻ്റെ മാനേജർ എൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്ത് പറ്റി? അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, പക്ഷേ കവറിങ് ലെറ്റർ ഉണ്ടാക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ, എനിക്കിത് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാൻ അത്ര അപ്സെറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് അപ്സെറ്റായി. ഞാൻ കരയുന്നത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു നീ ഇങ്ങനെ വീക്കാവരുത്, നീ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, നിൻ്റെ കൂടെ ദൈവമുണ്ട്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അവളെനിക്ക് കവറിങ് ലെറ്റർ ഫുൾ ടൈപ്പ് ചെയ്ത് തന്നു. അതുപോലെ എൻ്റെ കൂടെയുള്ളൊരു മലയാളി ചേച്ചി, എൻ്റെ ഒപ്പമുള്ള ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. ആൾ എന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കുക, കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ അന്ന്, അവിടെ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ അന്ന് ഇവർ രണ്ടുപേരും ടെൻസ്ഡാണ് എൻ്റെ കാര്യം ഓർത്തിട്ട്. ആ സമയത്ത് ഒരു ഇംഗ്ലീഷുകാരി ലേഡി ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നു. ഓഫീസ് ഒരു സൈഡിലാണ്, ആരും അങ്ങോട്ട് കയറി വരത്തില്ല സാധാരണ. അപ്പം ഈ ലേഡി മാത്രമല്ല, ഇംഗ്ലീഷുകാർ ഒരിക്കലും റിലീജിയസ് ആയ കാര്യങ്ങൾ പറയില്ല. നമ്മളവിടെ അങ്ങനെ പറയാനും നമ്മൾ അലൗഡഡ് അല്ല. നമ്മളവരോട് മൈ അലൗഡ് ടു ടോക്ക് ടു അങ്ങനെയൊക്കെ നമ്മൾ വളരെ പൊളൈറ്റായി ചോദിച്ചിട്ട് വേണം ഒരു വാക്യം പറയാനായിട്ട്. അപ്പോൾ ഒരു ലേഡി കയറി വന്നിട്ട് പറഞ്ഞു എനിക്കൊരു വിഷനുണ്ട്, അത് നിങ്ങളുടെ അടുത്തുനിന്ന് പറയാതെ ഇവിടുന്ന് പോകാൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര ഷോക്ക്ഡായിപ്പോയി. കാരണം ഒരിക്കലും ഇംഗ്ലീഷുകാരങ്ങനെ പറയില്ല. ഇവർ രണ്ടുപേരുമാണെങ്കിൽ എൻ്റെ മോൻ്റെ കാര്യം കൊടുത്തിട്ട് അവർ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു നീ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരു ബോയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളിൽ ആരോ മാതാവ് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അന്നേരം അവർ രണ്ടുപേരും ശരിക്കും കരഞ്ഞു പോയി. മീറ്റിംഗ് കഴിയുമ്പോൾ അവർ രണ്ടുപേരും എന്നെ മാനേജറും വിളിച്ചു, ചേച്ചിയും വിളിച്ചു. എടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, കൃപാസന മാതാവാണ് വന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കണത്, നീ ഉടമ്പടി എടുത്ത ആളല്ലേ? അപ്പം ഞാൻ പറഞ്ഞു അതെ, മാതാവ് തന്നെയാണ് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആ മകൻ്റെ ഇത് അവിടെ ക്ലോസായി. പിന്നെ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത്, ഇതുപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ്. അതെൻ്റെ മോള് 4 വയസ്സ്, അവൾ ഇവിടുത്തെ LKG പോലെ അവിടെ പഠിക്കുന്നു. അവൾ സ്കൂളിലെ ടീച്ചറുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ചേട്ടനെ ഡാഡി തല്ലി എന്ന് പറഞ്ഞു, കിച്ചൺ സ്റ്റിക്ക് വെച്ച് തല്ലി എന്ന് പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ പിള്ളേരെ പേടിപ്പിക്കും, തവി എടുത്തിട്ട് അടിക്കും എന്ന് പറയും. പക്ഷെ നമ്മൾ അടിക്കാറില്ല, പക്ഷേ ഇങ്ങനെ നമ്മളെപ്പോഴും പറയും. പക്ഷേ അത് പറഞ്ഞപ്പോൾ അവരുടെ ടീച്ചർ, അവരുടെ ഒരു കൺസെപ്റ്റ് ഏഷ്യൻസ് ഇങ്ങനെ ഭയങ്കര റൂഡാണ് കുട്ടികളോട്, അവരത് നേരെ സേഫ് ഗാർഡിങ്ങിന് വിട്ടു. അപ്പോൾ സേഫ് ഗാർഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ കുട്ടികൾ തല്ലും, അവർക്കൊരു ബ്രൂയിസോ എന്തെങ്കിലുമൊക്കെ കണ്ട് തല്ലുന്നുണ്ട്, അവർ പിള്ളേരെ കൊണ്ടുപോകും, ഫോസ്റ്റർ കെയറുകാർ കുട്ടികളെ കൊണ്ടുപോകും. അപ്പോൾ അവർ പറഞ്ഞ സേഫ് ഗാർഡിങ് വിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളങ്ങനെ പ്രോബ്ലം ഉള്ളൊരു ഫാമിലിയല്ല, പിള്ളേരെ തല്ലാറില്ല, കിച്ചണിൽ നിൽക്കുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ പക്ഷേ പറഞ്ഞാൽ സേഫ് ഗാർഡിങ് ഞങ്ങൾക്ക് വിട്ടേ പറ്റുള്ളൂ. ഞാൻ ഓക്കെ വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ സേഫ് ഗാർഡിങ്ങിന് വിട്ടപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുക, ഞാൻ ഇവർക്ക് എന്ത് എവിഡൻസ് കൊടുക്കും, നമ്മളൊരു നല്ല ഫാമിലിയാണ്, അങ്ങനെ ഒരു അബ്യൂസീവ് ഉള്ളൊരു ഫാമിലി അല്ലെന്ന് പ്രൂവ് ചെയ്യാൻ. ഞാൻ അപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് പറയുകയാണ് നിൻ്റെ മൊബൈൽ ഫോൺ നീ എടുത്ത് കാണിക്കുക, നീ അത് ഓപ്പൺ ചെയ്ത് കാണിക്കുക. എൻ്റെ മൊബൈൽ ഫോൺ മുഴുവൻ ഒരു 10,000 പിക്ചേഴ്സ് ഉണ്ട്, ഫുള്ള് കുഞ്ഞുങ്ങളുടെ വീഡിയോയും എല്ലാം ആണ്. അപ്പം ഞാൻ മാതാവ് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ മൊബൈൽ ഓപ്പൺ ചെയ്ത് ആ ലേഡിയെ കാണിച്ചു. അപ്പം അവരതെല്ലാം കണ്ടിട്ട് അവർ ചിരിച്ചിട്ട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും വറി ചെയ്യണ്ട എന്ന് പറഞ്ഞു പോയവർ. പിറ്റേ ദിവസം ആയിട്ടും റിസൾട്ടൊന്നും വരുന്നില്ല, ഞങ്ങൾക്ക് അവരുടെ കോളൊന്നും കിട്ടുന്നില്ല. ഞാൻ പ്രിൻസിപ്പളിനെ വിളിച്ചു, അപ്പോഴും ഒരു റെസ്പോണ്ടില്ല. അന്നേരം ഞാനിങ്ങനെ നേർന്നു മാതാവിനൊരു മാല കൊടുത്തേക്കാം എന്ന് ഞാൻ നേർന്നു. എന്നിട്ട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഞാൻ ടൈപ്പ് ചെയ്യുവാണ്. എൻ്റെ ടൈപ്പ് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പോലും എനിക്ക് പറ്റിയില്ല. അതിന് മുമ്പ് എന്നെ പ്രിൻസിപ്പൾ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ജിജി സേഫ് ഗാർഡിങ് ക്ലോസ് ആണ്, നിങ്ങൾ പേടിക്കേണ്ട, അത് ക്ലോസ്ഡ് ആയിട്ടുണ്ട്, അവർ നിങ്ങളെ നെക്സ്റ്റ് വീക്ക് വിളിച്ച് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ മക്കൾക്ക് കുഴപ്പമൊന്നും വന്നില്ല, മക്കളെ ഞങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടി. പിന്നെ എൻ്റെ ഒരു സാക്ഷ്യം 2019 ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് ഞാൻ പാട്ടുകൾ എഴുതുമായിരുന്നു. ഞാൻ നേഴ്സാവുന്നതിന് മുമ്പ് ഒരു കെയറായിരുന്നു. ആ സമയത്ത് ഈശോ എന്നോട് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. എനിക്ക് പാട്ടുകൾ ഒത്തിരി മനസ്സിൽ വരുമായിരുന്നു. ഞാൻ മൊബൈലിൽ അത് സേവ് ചെയ്തിടും. പിന്നെ വീട്ടിൽ പോയി എല്ലാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് അതൊരു പാട്ട് ഫുള്ളാക്കി എടുക്കും. പക്ഷെ ഇതൊന്ന് റിലീസ് ചെയ്യാനോ അതിൻ്റെ കരോക്കി റെഡിയാക്കാനോ പറ്റിയ ആരെയും എനിക്ക് കിട്ടിയില്ല. ഒരു പാട്ട് മാത്രമേ റിലീസ് ചെയ്തോളൂ. അന്നേരം ഞാൻ മാതാവിൻ്റെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടു. മാതാവി നല്ല പാട്ടുകളാണ്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി അമ്മയെ പാടി കേൾപ്പിക്കും. ഇതൊക്കെ എനിക്ക് റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അന്നേരം സിസ്റ്റർ ജിയ MSJ എന്ന് പറഞ്ഞൊരു MSJ സമൂഹത്തിൽപ്പെട്ട ഒരു സിസ്റ്റർ വാട്സപ്പ് ത്രൂ ഞാൻ പരിചയപ്പെടുകയും സിസ്റ്റർ എൻ്റെ 6 വർക്കുകൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് തരികയും ചെയ്തു. അതെല്ലാം റിലീസ്ഡായി യൂട്യൂബിലുണ്ട്. ഇപ്പോൾ അതിലൊരെണ്ണം ഈശോയുടെ തിരുശിരസിൽ നിന്ന് ഒഴുന്ന തിരുരക്തത്തോടുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. അത് ഗാനരൂപത്തിലാക്കിയത്. അത് ഒരു വൈദികനാൽ ബ്ലെസ് ചെയ്ത് കിട്ടണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചു.
അപ്പം എനിക്കത് ഞങ്ങളുടെ UK ബിഷപ്പ് സ്രാമ്പിക്കൽ പിതാവ് തന്നെ എനിക്കത് ബ്ലെസ് ചെയ്ത് തന്നു. അതൊന്നും എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല, പക്ഷേ അത്ഭുതകരമായിട്ട് മാതാവ് അത് നടത്തി. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, 2019 ഞാനും ഹസ്ബൻഡും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ, വീട് വാങ്ങുന്നതിൻ്റെ പേരിലൊരു ഇഷ്യൂ വരികയും അതിനുശേഷം ഞാൻ ആത്മീയമായി വളരെ തകർന്നു പോവുകയും ചെയ്തു. പ്രാർത്ഥനയും പള്ളിയിൽ പോകുക എല്ലാം ഉണ്ട്, പക്ഷേ ഉണർവെല്ലാം പോയി. അപ്പം ഞാനിപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ തീർത്ഥാടക ഉടമ്പടിയിൽ ആദ്യം വെച്ച നിയോഗം വിശുദ്ധ ബലിക്ക് മുടങ്ങാതെ പോകാനും അതുപോലെ കൂദാശ ജീവിതത്തിൽ കൂടുതൽ ഉണർവുണ്ടാകാനും കുടുംബ പ്രാർത്ഥന മുടങ്ങാതിരിക്കാനുമാണ് ഞാൻ വെച്ച നിയോഗം. അപ്പോൾ അത് 3 സാധിച്ചു കിട്ടി. അതുപോലെ ഹസ്ബൻഡ് ഞാനുമായിട്ട് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ട്, എനിക്ക് ഒരു തരത്തിലും പുള്ളിയെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഇത് വന്നു. പക്ഷെ ഞാൻ ഡിവോഴ്സ് എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴേ ഈശോ എനിക്കൊരു വചനം തരും. അത് ഇതാണ്: വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു, ഒരുവൻ തൻ്റെ വസ്ത്രം അക്രമം കൊണ്ട് പൊതിയുന്നതിനെയും അതിനാൽ നിങ്ങൾ ശ്രദ്ധയോടെ വ്യാപരിക്കുക. ഈ വചനം മാത്രം എനിക്ക് കിട്ടും. അപ്പം എനിക്കതറിയാം ഇത് ദൈവഹിതമല്ല. അപ്പം ഞാനതുകൊണ്ട് ആ സഹനം ഞാനങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. ഇവിടെ തീർത്ഥാടക ഉടമ്പടിയിൽ വന്നെങ്കിലും ഞാനതൊന്നും വെച്ചില്ല, അതൊന്നും ഇനി മാറാൻ പോകുന്നില്ലെന്ന് വിചാരിച്ചു അത് ലീവ് ചെയ്തു. പക്ഷേ അമ്മ മാതാവ് ഇപ്പം ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹവും ഐക്യവും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ ഒരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ തലയിൽ ഒട്ടും മുടിയില്ലായിരുന്നു, സ്കാൽപ്പ് മൊത്തം കാണാമായിരുന്നു. അപ്പം കോവിഡ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് എന്നെ കാണുന്നവർ എന്നോട് ചോദിക്കുന്നത്, നീ എന്ത് മരുന്നാണ് കഴിക്കണേ, എന്താണ് നിൻ്റെ അസുഖം, തലയിൽ മുടിയൊക്കെ പോയല്ലോ. അപ്പം ഞാനിത് നിയോഗമായിട്ട് വെച്ചു, ഈ സ്കാൽപ്പ് കാണാതെ ഉള്ളൊരു മുടി എനിക്ക് തരണേ മാതാവ്. അപ്പം അത് നിയോഗം മാതാവ് എനിക്ക് സാധിച്ചു തന്നു. മുടിയുടെ പ്രോബ്ലം സോൾവായി കിട്ടി. പിന്നെ ഉടമ്പടി തൈലവും തേനും ഉപ്പും എല്ലാം സ്ഥിരമായിട്ട് ഉപയോഗിക്കും, മക്കൾക്കും. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട്, അവളുടെ മോൻ 33 വയസ്സ് ബെഡ് ബൗണ്ടായിട്ട് കിടക്കുമായിരുന്നു. തീർത്ഥാടക ഉടമ്പടി എടുത്ത് പോയിട്ട് ആദ്യമായിട്ട് ഞാൻ പത്രം കൊടുക്കുന്ന അവൾക്കാണ്. അപ്പോൾ വെബ്സൈറ്റ് എടുത്ത് കൊടുത്തു. ഞാൻ പറഞ്ഞൊരു മരിയൻ അപ്പാരിഷനാണ്, അവൾ കാത്തലിക് അല്ല. അപ്പോൾ ഞാൻ അപ്പസ്റ്റോൽസ് ക്രീഡ് ഞാൻ എടുത്തു കൊടുത്തു. ഞാൻ പറഞ്ഞു ഇത് ചൊല്ലിയിട്ട് തേൻ പുരട്ടണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫുൾ ബോട്ടിൽ തേനും ഉടമ്പടി പത്രവും അവൾക്ക് കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു ഇത് ഫുള്ള് എനിക്ക് തന്നെ നിനക്കുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കുണ്ട്, നീ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവളത് രണ്ടും കൊണ്ടുപോയി. 1 മാസത്തിനുള്ളിൽ അവളൊരു വീഡിയോ അയച്ചു തന്നു. അവൾ ബെഡ് ബൗണ്ടാന്ന് പറഞ്ഞാൽ അവളുടെ മകൻ ഒരു ലോങ് ഡിസ്റ്റൻസ് നടക്കുന്ന ഒരു വീഡിയോ, വാക്കർ വെച്ച് നടക്കുന്ന ഒരു വീഡിയോ, അങ്ങനെ ഒരു സൗഖ്യം കിട്ടി. അതുപോലെ ഞങ്ങളുടെ ഒരു കസിൻ്റെ മോന് ലിവർ ഡിസീസ് വന്നിട്ട് 10 ദിവസം പനിയായിരുന്നു. അപ്പോൾ ഒരു 7 ദിവസമായിട്ടും പനി മാറാണ്ടായപ്പോൾ ടെൻഷനായി. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി തൈലം കാശ് രൂപം കൊണ്ടുപോയി അവൻ്റെ നെറ്റി തൊട്ട് പ്രാർത്ഥിച്ചു, കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചു. അന്നേരം ഒരു പനി കുറയുന്നില്ല, ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഹീലായില്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഹോസ്പിറ്റലിലേക്ക് അവനെ മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ മാറ്റി, ആ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പ്ലാന്റ് വാർഡിലോട്ട് മാറ്റി. അവിടെയും പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നീട് അവന് കൊടുത്ത മെഡിസിൻസ് എല്ലാം അവന് സ്ലോലി വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ 18ാമത്തെ വയസ്സിൽ തമ്പുരാനോട് ഞാൻ ഉടമ്പടി ചെയ്തു. അന്ന് ഞാൻ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ചെയ്ത ഉടമ്പടി ഇങ്ങനെയാണ്: ഞാൻ വിശുദ്ധ കുർബാന ഒരിക്കലും മുടങ്ങില്ല, എല്ലാ നിയോഗത്തിലും ഞാൻ ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവമാണ് എൻ്റെ എല്ലാറ്റിലും ഉപരിയുള്ളത്. ഇങ്ങനെയാണ് ഞാൻ ഉടമ്പടി ചെയ്തത്. പക്ഷേ എൻ്റെ ആ ഉടമ്പടി ഭയങ്കര അൺക്ലിയർ ഉടമ്പടിയായിരുന്നു. അതായത് നമുക്കൊരു വഴി അറിയാത്തൊരു സ്ഥലത്ത് നമ്മൾ പോയി നിന്നാൽ എങ്ങനെയായിരിക്കും, അതായിരുന്നു. പക്ഷെ ആ ഉടമ്പടി അല്ല കൃപാസനത്തിലെ ഉടമ്പടി. എന്നിട്ട് എനിക്ക് ഈശോയുടെ വഴികൾ മനസ്സിലാവാൻ ഒരു 10-15 വർഷം വേണ്ടി വന്നു, ഓരോന്ന് മനസ്സിലാക്കി വരാൻ. പക്ഷേ ഇവിടുത്തെ ഉടമ്പടി ഇതൊരു ഫുൾ റൂട്ട് മാപ്പാണ് ജോസഫ് അച്ഛൻ നമുക്ക് വേണ്ടി തന്നേക്കണേ. ആൻഡ് ഇറ്റ്സ് ടു ഹെവൻ. അപ്പോൾ നമ്മളിതൊരു 3 മാസത്തെ ഉടമ്പടിയല്ല, ഇതൊരു ലൈഫ് ലോങ് ഉടമ്പടിയാണ്. അപ്പം നമ്മളിതിൽ നിന്നാൽ നമ്മുടെ റീച്ച് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ ഹെവനാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയും തരും. പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നത് ഞാൻ വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ എല്ലാം ദൈവവചനവും കൃപാസനത്തിലെ ശുശ്രൂഷകളും എല്ലാം ഷെയർ ചെയ്യും. വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ഡെയിലി ഇടും. സാക്ഷ്യങ്ങൾ എല്ലായിടത്തും ഞാൻ ഷെയർ ചെയ്യും, എല്ലാ ദിവസവും കേൾക്കും. പത്രം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഓൺലൈൻ ചെയ്യുമായിരുന്നു. പിന്നെ അവിടെ ബർമിഹാമിലാണ് ഞങ്ങൾക്ക് ശുശ്രൂഷ. അവിടെ കിങ്ഡം റെലവേറ്റർ എന്ന് പറഞ്ഞൊരു മാഗസിൻ, അതുപോലെ യേശുനാമശക്തിയുടെ ഇംഗ്ലീഷ് ഞാനും മോനും കൂടെ ഞങ്ങളുടെ ടൗണിലൊക്കെ ഓരോ സ്ട്രീറ്റ് വഴി എല്ലാ മാസവും കൊണ്ടിടും.
ഓരോ സ്ട്രീറ്റായിട്ട് കവർ ചെയ്ത് ഈ 2 ബുക്കുകളും ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. 9 കുർബാന ഒരു കൊല്ലം അങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതെനിക്കൊരു പ്രയർ മെസ്സേജ് കിട്ടി, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. അപ്പോൾ ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഒരു എവിഡൻസ് ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷെ അതങ്ങനെ ഒരു മെസ്സേജ് കിട്ടി. ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്തിരുന്നത് ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി നീഡി ആയിട്ടുള്ളവർക്ക് പൈസ അയച്ചു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ചിലരെ വിളിച്ച് സംസാരിച്ചൊക്കെ പൈസ അയച്ചു കൊടുക്കാറുണ്ട്. നാട്ടിലും ഇവിടെ ഒരു കുട്ടികളുടെ ഒരു ഓർഫനേജിൽ, എൽഡർലിയുടെ ഒരു ഓർഫനേജിലുമൊക്കെ പൈസയായിട്ട് ഫുഡിനൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ വർക്ക് ചെയ്യുന്നത് ഒരു ഡിമെൻഷ്യ ഡെലീരിയം വാർഡിലാണ്. ഒത്തിരി മരിക്കാറായുള്ള പേഷ്യൻസുകൾ. അപ്പോൾ ഞാൻ മരിക്കാറായവരുടെ അടുത്തൊക്കെ പോയി നിന്ന് പ്രാർത്ഥിക്കും, കരുണക്കൊന്തയൊക്കെ ചൊല്ലും. ഈശോ മറിയം ഔസേപ്പേ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന് ഞാൻ അവർക്ക് പ്രാർത്ഥിക്കുക, അവരോട് ചിരിച്ച് സംസാരിക്കുക, അവർക്ക് എപ്പോഴും വെള്ളം ഓഫർ ചെയ്യും. അങ്ങനെ എല്ലാവരും, അപ്പോൾ അതെല്ലാവർക്കും ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ്. അതെല്ലാം ചെയ്യും. വ്യക്തിപരമായിട്ട് ലഭിച്ചൊരു ആത്മീയമായിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങളും ഉടമ്പടിയെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടുള്ള ചിന്തയൊക്കെ ഈ ഒരു സാക്ഷ്യത്തിലുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യപ്പെടൽ ഏറെ പ്രത്യേകിച്ച് ആവശ്യമാണല്ലോ. നമ്മൾ കാര്യങ്ങൾ നടക്കുന്നതിനോടൊപ്പം ഈ ഉടമ്പടി എന്ന പ്രാർത്ഥനയെക്കുറിച്ചും ഒരു പഠനവും ഒക്കെ നടക്കുന്നത് എപ്പോഴും നന്മയാണ്. അത് പ്രാർത്ഥിച്ചും ഒരുങ്ങിയും അന്വേഷിച്ചും എന്താണ് ഉടമ്പടി, എന്താണ് ഈ ഉടമ്പടിയും മറ്റേ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം, ഇങ്ങനെയുള്ളൊരു പഠനവും നമ്മുടെ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ് ഈ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചും. അപ്പം ഇങ്ങനൊരു മനസ്സുള്ളവർ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതും അവർക്ക് നൽകുന്ന വെളിപാടുകളും അതിൻ്റെ സ്ഥിരീകരണങ്ങളും എല്ലാം നമുക്ക് ഒരുപാട് കുറേ കൂടി ദൈവം പ്രത്യാശയുടെ മുന്നോട്ട് പോകാനായിട്ട് ബലം നൽകുന്നതാണ്. ഒപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച ഓരോ സന്ദർഭങ്ങളിലും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഈ കുടുംബത്തിന് എപ്പോഴും സംരക്ഷണമായിരുന്നു എന്നുള്ളത് പല സാഹചര്യങ്ങളിലൂടെ ഇവിടെ സാക്ഷ്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഇനിയും ശക്തമായിട്ട് അനുഭവിക്കുവാൻ ഈ ഒരു ഉടമ്പടിയുടെ അനുഭവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം. എൻ്റെ പേര് ദീപ. ഞാൻ തങ്കയിൽ അരാശ്വരം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ജൂലൈ 29 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവ് തന്നു. അതിപ്രകാരമാണ് എൻ്റെ ഭർത്താവ് അല്പം വിശ്വാസക്കുറവൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന് അപ്പച്ചൻ മരിച്ചിട്ട് 7 വർഷത്തോളമായി. അപ്പോൾ ഞങ്ങൾക്ക് 9 സെൻറ്റ് സ്ഥലമാണുള്ളത്. പെങ്ങന്മാർ 2 പേരുള്ളവരെ അയച്ചു. പിന്നെ അമ്മ ഞങ്ങളുടെ കൂടെയാണ്. ഈ ഒരു മകനേ ഉള്ളൂ. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു, 7 വർഷമായില്ലേ അപ്പം മരിച്ചിട്ട്, അപ്പോൾ നമുക്ക് ആ സ്ഥലം ചേട്ടൻ്റെ പേരിലോട്ടാക്കണം. അപ്പം അദ്ദേഹം എപ്പോഴും എന്നോടത് പറഞ്ഞ് വഴക്കിടുമായിരുന്നു. അപ്പോൾ അതിനുശേഷം എൻ്റെ ഭർത്താവിൻ്റെ മൂത്ത സഹോദരിക്ക് സ്ഥലവും വീടും ജപ്തി വന്നു. അങ്ങനെ അവൾ ഞങ്ങളുടെ പ്രമാണം ചോദിക്കാനായിട്ട് വീട്ടിൽ വന്നു. അപ്പം ഞാനിങ്ങനെ വളരെ സോഫ്റ്റായിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ പേരിലോട്ട് ആക്കിയിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തിന് മനം മാറാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, കൂട്ടുകാരനൊരു പ്രമാണം എഴുതുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ ചെന്ന് കാണുകയും സ്വന്തം പേരിലോട്ടത് ആക്കിയെടുക്കുകയും ചെയ്തു. അങ്ങനെ അത് സഹോദരിക്ക് കടം വീടാനായിട്ട് ഞങ്ങൾ അവൾക്ക് കൊടുത്തു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, പിന്നെ കഴിഞ്ഞ ഡിസംബർ 31 ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് ഒരു വണ്ടി അപകടം ഉണ്ടായി. അതിനെപ്പറ്റി പുള്ളിക്ക് തന്നെ ഒരു വ്യക്തതയില്ല. പെട്ടെന്ന് ഉണ്ടായൊരു അപകടമായിരുന്നു. ബൈക്കിൽ വന്ന ഒരു പയ്യൻ വന്നങ്ങനെ വണ്ടി ഇടിച്ചു. വണ്ടി അപ്പോൾ തന്നെ നിർത്തിയിട്ട് ചേട്ടൻ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ അടുത്തുള്ള KVM ഹോസ്പിറ്റലിൽ പയ്യനെ കൊണ്ടുപോയി. അന്നേരം പ്രത്യേകിച്ച് അവന് കുഴപ്പമൊന്നും തോന്നിയിരുന്നില്ല. അങ്ങനെ പിന്നെ അവൻ്റെ പപ്പനെ അവൻ തന്നെ വിളിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് വൈഫും പപ്പയും എല്ലാവരും വന്നു. അവനെ അവിടെ നിന്ന് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് അവന് 3-4 ഒടിവുണ്ട് കാലിന്. പിന്നെ കാലിലൊരു പാദത്തിലൊരു വലിയൊരു വൂണ്ടുണ്ടായിരുന്നു. അങ്ങനെ അവനവിടെ അഡ്മിറ്റായി. ഞങ്ങൾ പിറ്റേന്ന് തന്നെ അവരുടെ വീട്ടിൽ ചെന്നു. എനിക്ക് ഭയങ്കരമായിട്ടൊരു മാതാവിൻ്റെ കാര്യത്തിലൊരു ഇത് തോന്നിയൊരു കാര്യം അതാണ്.
അവിടെ ചെന്നപ്പോൾ അവരുടെ മകൻ അഡ്മിറ്റാണ് ഹോസ്പിറ്റലിൽ, ഒത്തിരി ക്രിട്ടിക്കലായിട്ട് തന്നെ. എന്നിട്ടും അവർ ഞങ്ങളോടുള്ള സമീപനം വളരെ നല്ല രീതിയിലായിരുന്നു. പ്രത്യേകിച്ച് അവൻ്റെ പപ്പ ഒരു റിട്ടയേർഡ് SI ആണ്. സാറ് ടീച്ചറും ഞങ്ങളോട് വളരെയേറെ നേരം സംസാരിച്ച് ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ കേസുണ്ടായെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായത് ഇതാണ്. ഞങ്ങളുടെ വണ്ടിയുടെ ഇൻഷുറൻസ് അടക്കുന്നതിൻ്റെ തലേന്നാണ് ഈ അപകടം ഞങ്ങൾക്കുണ്ടായത്. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്കാരിൽ നിന്നും നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഇടയ്ക്ക് അവനെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്കൊരു ഇതുള്ളതെന്ന് വെച്ചാൽ അവൻ്റെ പപ്പ സാറ് എപ്പോഴും ചേട്ടനെ ഇങ്ങോട്ട് വിളിച്ച് അവൻ്റെ രോഗവിവരം അന്നുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞങ്ങളെല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി, കേസും മുന്നോട്ട് പോയി. അപ്പോൾ ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ, ആകെ ബുദ്ധിമുട്ടാകും. അങ്ങനെ ഞാൻ ഈ കേസുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം, അപ്പോൾ ആദ്യത്തെ ഉടമ്പടി പുതുക്കൽ കഴിഞ്ഞ സമയമാണ്, ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ എനിക്ക് കാശ് രൂപം തന്നയച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൊന്തയിൽ കൊണ്ടുപോയി ആ കാശ് രൂപം ഇട്ടു, പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചൊല്ലി മുന്നോട്ട് പോകുമ്പോൾ ഒരു 1.5 മാസമായിട്ടുണ്ട്. ഒരു ദിവസം സാറ് വിളിച്ചിട്ട് പറഞ്ഞു, ജോസഫേ എന്താണെന്നറിയില്ല, എല്ലാവരുടെയും പ്രാർത്ഥനയുടെയാണ്, അവൻ പെട്ടെന്ന് റിക്കവറായി, ഇപ്പോൾ വാക്കർ ഉപയോഗിച്ച് നടക്കുന്നുണ്ട്. തന്നെയല്ല ലാപ്ടോപ്പ് വഴി അവൻ്റെ ജോലി അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അതിലില്ലാത്ത സന്തോഷമായിരുന്നു. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അവനെ കാണാൻ ചെന്നപ്പോൾ നമ്മൾ ഡിസ്ചാർജായി വന്ന സമയത്തൊന്ന് പോയി കണ്ടതാണ്. അന്ന് ഞാൻ വന്നിട്ട് അവിടെ നിന്ന് ഞാൻ കരഞ്ഞാൽ പോകുന്നത്. കാരണം എനിക്ക് ഇത്രയും ഇവന് വയ്യെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ മോൻ്റെ മമ്മി എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ ഇവനെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ടീച്ചറിനോട് ചെന്നിട്ട് പൊട്ടിക്കരയാണ് ചെയ്തത്. ടീച്ചറെ, എനിക്ക് അവൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അല്ലാതെ എനിക്ക് കേസിനെ കുറിച്ചൊന്നും ഒരു ആകുലത ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാം എൻ്റെ അമ്മമാത അവൻ്റെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടോടുകൂടെ പ്രാർത്ഥിച്ചു. പക്ഷേ പിന്നീട് സാറ് പറയുമ്പോഴത്തേനും ഞങ്ങൾ ചെന്ന് കാണുമ്പോൾ അവൻ എണീറ്റിരുന്ന് ഞങ്ങളോട് സംസാരിച്ചു. അവൻ്റെ വൈഫും വളരെ സന്തോഷത്തോടെയായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഈ പയ്യൻ്റെ വൈഫ് എന്നോട് പറയുകയാണ്, ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് ന്യൂമോണിയ ഉണ്ടായി, ആകെ ബുദ്ധിമുട്ടായി. അപ്പോൾ കാശ് രൂപം വെച്ച് തലയണക്കീഴിൽ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പെട്ടെന്ന് ആളിന് റിലീഫായി. അങ്ങനെയൊക്കെ വളരെയേറെ അത്ഭുതകരമായ പ്രവൃത്തികളാണ് അവിടെ നടന്നതെന്ന് ആ കുട്ടി പറയുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ കണ്ടിട്ട് പോന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അപ്പം ഞങ്ങളുടെ അടുത്ത് കുരിശടിയിൽ കുരിശിൻ്റെ വഴി നടക്കുന്നു. അപ്പോൾ അവിടെ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് ഞങ്ങളിങ്ങനെ പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്തൊരു വീട്ടിൽ. അപ്പോൾ ചേട്ടൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ദീപേ, സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ കേസ് പിൻവലിച്ചു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മരണം വരെ അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം എനിക്ക് തോന്നുന്നത് അവർ നല്ലൊരു കുടുംബമാണ്, പ്രാർത്ഥന അനുഭവമുള്ളൊരു കുടുംബം. അവർ ഞങ്ങളോടുള്ള സമീപനം തന്നെ, കാരണം ഞങ്ങൾ അവരുടെ മകന് ഒരു അപകടം ഉണ്ടാകാൻ ഞങ്ങളും നിമിത്തമായതാണ്. എന്നിട്ട് പോലും അവർ ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ അത് ഞങ്ങളോട് ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ വലിയൊരു അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് പ്രവർത്തിച്ചത്. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ മൂത്ത പെങ്ങൾ, അവൾക്കൊരു അസുഖം ഉണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ ബ്ലഡ് കുറഞ്ഞു പോകും. ഒരു 3 വർഷത്തോളമായി ഒത്തിരി ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു. പക്ഷെ അവർ കാരണമൊന്നും കണ്ടുപിടിച്ചിരുന്നില്ല. തീരെ കുറഞ്ഞു വരുമ്പോഴത്തേനും ചെന്ന് ബ്ലഡ് കയറ്റും, അങ്ങനെ തിരിച്ചു പോരും. തീരെ വയ്യാണ്ടായി. അങ്ങനെ പിന്നെ ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോഴത്തേനും അവർ പറഞ്ഞു, ഞാൻ കോട്ടയത്തേക്ക് റെഫർ ചെയ്യുകയാണ്, ഗ്യാസ്ട്രോനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഗ്യാസ്ട്രോനെ കൊണ്ട് കാണിച്ചു. CT സ്കാൻ ചെയ്തു, എൻഡോസ്കോപ്പി ചെയ്തു. ലാസ്റ്റ് അവർ കൊളോണോസ്കോപ്പിക്ക് കുറിച്ച് തന്നു. അങ്ങനെ ഇവൾക്ക് പേടിയുണ്ട്, എനിക്ക് പേടിയുണ്ട്, എന്നാലും ഞാൻ പുറമേ കാണിച്ചില്ല. ഞാനും അവളുടെ ഹസ്ബൻഡും കൂടെയാണ് അവളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കൊളോണോസ്കോപ്പിക്ക് കയറിയപ്പോഴത്തേനും ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് രൂപ അവളുടെ മാലയിൽ ഇട്ട് കൊടുത്തിട്ടാണ് ആ ടെസ്റ്റിനായിട്ട് ഞാൻ അവളെ ആ റൂമിലേക്ക് കയറ്റിയത്.
അത് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞവർ അതിൻ്റെ റിസൾട്ടിന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റിസൾട്ടിന് വെയിറ്റ് ചെയ്തു. റിസൾട്ട് കിട്ടിയപ്പോഴത്തേനും ലാബുകാരോട് ചോദിച്ചപ്പം പറഞ്ഞു ഡോക്ടർ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും എനിക്ക് ടെൻഷൻ കൂടി. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവളുടെ ഹസ്ബൻഡ് മാറി നിൽക്കുകയാണ്, ഇവന് പേടി. പക്ഷെ ഞാൻ നല്ല ധൈര്യത്തോടെ, എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു, ഞാൻ അഖണ്ഡ ജപമാല പോലെ ഈ ജപമാല മണികൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേനും ഡോക്ടർ റിസൾട്ട് നോക്കിയിട്ട് പറയുകയാണ്, ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല. 8 മാസത്തോളമായി ഞാൻ കൊണ്ട് നടക്കുന്നത്. ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല, അവൾക്ക് പൈൽസാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ പോകുന്നു. അപ്പം അങ്ങനെ 3ാമത്തെ സാക്ഷ്യം. പിന്നെയെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഗൾഫിൽ, അവൾ നേഴ്സാണ്. ഒരു ദിവസം ഞാനിങ്ങനെ 12 മണി ആയപ്പോഴത്തേനും വാട്സപ്പിൽ നോക്കിയപ്പോൾ ഇവൾ ഉണ്ട്, വാട്സപ്പിൽ ആക്റ്റീവാണ്. അങ്ങനെ ഞാൻ ചോദിച്ചു എന്താണ്, ഉറങ്ങിയില്ലേ? ചേച്ചി കൊച്ചിനെന്തോ സ്കിൻ ഡിസീസാണ്, അവൻ ഉറങ്ങുന്നില്ല. അങ്ങനെ അവൻ 1 വയസ്സുള്ള കുഞ്ഞാണ്, അവൻ്റെ ദേഹത്തെല്ലാം തിണർത്ത് കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫുഡ് അലർജി എങ്ങനെയാണ്? അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി എന്താണെന്ന് ഡോക്ടേഴ്സിന് അറിയത്തില്ല, എന്തോ കുഞ്ഞ് കിടന്ന് ഉറങ്ങുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു മോളെ, ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിനക്ക് ഇപ്പം തന്നെ ഞാൻ അയച്ചു തരാം, നീ അത് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞിനെ കിടത്തി ഉറക്കാൻ പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം അവളോട് ഞാനിതുപോലെ വോയിസ് ഇട്ട് ചോദിച്ചപ്പോഴത്തേനും അവൾ പറഞ്ഞു ചേച്ചി അവൻ സുഖമായിട്ട് ഉറങ്ങി, അവന് ഒരു പ്രശ്നങ്ങളുമില്ല, ഒരു പാട് പോലും അവൻ്റെ ദേഹത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അമ്മ മാതാവ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തരുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ മോൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വർഷം 10ാം ക്ലാസ്സിൽ എഴുതി. അവൻ ഈ വർഷം ആയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് പേടി കൊണ്ടാണ് എന്താണ് അവനാകെ മാനസികമായിട്ട് തളർന്നു, ശാരീരികമായിട്ട് അവനൊരു സ്വസ്ഥതയിൽ, എപ്പോഴും ജലദോഷവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. ആദ്യത്തെ എക്സാം എഴുതിയപ്പോൾ തന്നെ അന്ന് ആ എക്സാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് തന്നെ ഇവൻ എൻ്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞ്. എനിക്ക് കൊച്ചിനെ തിരക്കുകയാണെന്നിട്ട് ഇവൻ എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല, ഇവനെന്തോ എക്സാമിനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്ക് ആകെ വിഷമമായി. അങ്ങനെ പിന്നെ ഞാനിതുപോലെ അച്ഛനെ കാണാനായിട്ട് അവനെ കൊണ്ടുവന്നു. അച്ഛൻ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് കാശ് രൂപം കൊടുത്തു വിട്ടു. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ കാശ് രൂപം പിടിച്ച് എൻ്റെ മോൻ ചൊല്ലുമായിരുന്നു. റിസൾട്ട് വന്നു. ഒത്തിരിയേറെ മാർക്കൊന്നുമില്ല, 60% ഉള്ളൂ, എങ്കിലും അവൻ വിജയിച്ചു. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ. പിന്നെ ഞാൻ ആത്മീയമായിട്ട് കുറേയേറെ എനിക്ക് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഡെയിലി പള്ളിയിൽ പോകുന്ന ഒരാളല്ലായിരുന്നു. അങ്ങനെ ഇപ്പം ഞാൻ ഈ ഉണ്ടമ്പടി എടുത്തതിന് ശേഷം ഡെയിലി പറ്റുന്ന വിധത്തിൽ ഞാൻ പള്ളിയിൽ പോകും. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ബൈബിള് വായിക്കും. 3 മണിയാകുമ്പം കരണക്കൊന്ത ചൊല്ലും. പിന്നെ അതുപോലെ തന്നെ കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. പിന്നെ എനിക്കിങ്ങനെ ഭയങ്കര ദേഷ്യമാണ്, എടുത്തതിനും പിടിച്ചതിനും എല്ലാത്തിനും ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും ഒക്കെ എങ്ങനെ എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന്. പക്ഷേ ആ പാട്ടിൽ ഇപ്പോഴും എനിക്കൊരു ദേഷ്യവും ഇല്ല. ആരും എന്നോട് എന്ത് കാണിച്ചാലും ഞാൻ അവരോട് സ്നേഹത്തോടെ എനിക്ക് പെരുമാറാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തികൾ ഇപ്പം 9 മാസമായി ഉടമ്പടി എടുത്തിട്ട് കാരുണ്യപ്രവർത്തികൾ ചേർത്തല ഹോസ്പിറ്റലിൽ എനിക്ക് എൻ്റെ ബാഗിൽ എടുക്കാൻ പറ്റിയ അത്രയും പൊതിച്ചോറുകൾ ഞാൻ 2 ദിവസമായിട്ട് കൊണ്ടുപോയി അവിടെ കൊടുക്കുക മാത്രമല്ല അവരോട് കൃപാസനത്തിലെ മാതാവിൻ്റെ കാര്യം പറയും. പിന്നെ ഈ കഴിഞ്ഞ മാസം പള്ളിത്തോട് മരിയ സദനിൽ മാനസിക വിഭ്രാന്തിയുള്ള കുറേ അമ്മച്ചിമാരും ചേച്ചിമാരും താമസിക്കുന്നവരിടമാണ്. അവിടെ ഞാൻ കുറച്ച് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ട് എൻ്റെ മോനുമായിട്ട് കൊണ്ട് കൊടുക്കുകയും അവരോട് സംസാരിക്കുകയും അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥനയിൽ കൂടുകയൊക്കെ ചെയ്തു. പിന്നെ വേറൊരു കാര്യം ചെയ്യണത്, യൂട്യൂബിൽ ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥന കൂടുകയും ചെയ്യും. സാക്ഷ്യം കേട്ടിട്ട് ഒരു ദിവസം ഒരു സാക്ഷ്യം ഞാൻ എൻ്റെ സ്റ്റാറ്റസായിട്ടിടും. എന്നിട്ട് അത് എത്ര പേര് കണ്ടെന്ന് നോക്കും. എനിക്ക് അത്ര സംതൃപ്തിയാണ്. കാരണം മാതാവിൻ്റെ കാര്യം എല്ലാവരും അറിയണം. പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് കിട്ടിയ അത്ഭുതങ്ങൾ ആരെ കണ്ടാലും ഞാൻ പറയും. അങ്ങനെ 1-2 ചേച്ചിമാർ ഇവിടെ വന്ന് എൻ്റെ കെയർ ഓഫിൽ അവരെൻ്റെ കൂടെ വന്ന് ഞാൻ അവരുടെ കൂടെ വന്നിട്ട് അവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. മാതാവും ഈശോയും എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ വ്യക്തിപരമായിട്ട് ലഭിച്ച ആത്മീയമായിട്ടുള്ള അനുഭവങ്ങളോടൊപ്പം ആ ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടവന്ന ചില സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് വ്യക്തമായിട്ട് അറിയാം. അങ്ങനൊരു സാഹചര്യത്തിൽ ഇവിടെ ഈ അൾത്താരയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതിൻ്റെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ
ഇതിന് ശേഷം വളരെ ബുദ്ധിമുട്ടായിട്ട് തീരാവുന്ന ഒരു കേസ് എത്രയും വേഗം തന്നെ അവർ തന്നെ ഒത്തുതീർപ്പാക്കുവാനായിട്ട് ഇടവന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം അതൊരു മുന്നോട്ട് പോയിരുന്നെങ്കിൽ വലിയൊരു സാമ്പത്തിക നഷ്ടം അത് താങ്ങുവാനായിട്ടുള്ളൊരു കുടുംബത്തിൻ്റെ സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് അതിനൊരു തീരുമാനം ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ, ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടുകൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള സമയം കണ്ടെത്തലുണ്ട്. അതിൽ ആയിരിക്കുന്നിടത്ത് ആശുപത്രികളിൽ സന്ദർശിക്കുവാനും ഒപ്പം ചെന്നെത്തുന്ന ഇടങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത് സാക്ഷ്യങ്ങളിലൂടെയാണെങ്കിലും എനിക്ക് ലഭിച്ചിരിക്കുന്ന മീഡിയത്തിൽ ഉപയോഗിച്ച് എന്നിലൂടെ ഒരാൾ മാതാവിനെക്കുറിച്ച് അറിയണമെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി വ്യക്തമായിട്ടൊരു പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി എന്നുള്ളതും ഒപ്പം വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ മാനസികമായിട്ടുള്ള ഒരു പരിവർത്തനം, ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച, ഭൗതികമായിട്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ, പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയിലുള്ള അഭിവൃദ്ധി, ഇതൊക്കെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് മാറുകയാണ്. അപ്പം പരിശുദ്ധ അമ്മ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം നിന്ന് അവർക്ക് ബോധ്യം നൽകുന്ന ഒരു വലിയൊരു അത്ഭുത പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഏറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന വിശ്വാസത്തിൻ്റെ വളർച്ചയാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ അത്ഭുതവും അടയാളവും എന്ന് പറയുന്നത്. ഏറെ പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും. എൻ്റെ പേര് ലിജിൻ ജെയിംസ്. ഞാൻ കണ്ണൂർ കുടിയാൻമല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭാര്യ ആനി വർഗീസ്, ഇത് മൂത്തമോൻ ആരോൺ, ഇത് രണ്ടാമത്തെ ആൾ അലന, ഇത് അഞ്ജല. ഞാനൊരു നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു. 2013 തുടങ്ങി ഞാൻ മുംബൈയിൽ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ 2021 ഞാൻ OET എഴുതി ക്ലിയർ ആയായിരുന്നു. അതിൻ്റെ പ്രോസസ്സിങ് അയർലൻഡിലേക്കുള്ള ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഏജൻസിയിൽ നിന്ന് പറഞ്ഞു നമുക്ക് റിസൈൻ ചെയ്ത് പോരാം. അത്യാവശ്യം നല്ലൊരു പോസ്റ്റിലാണ് ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 2022 നവംബറിൽ ഞാനവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയിരുന്നു. ജനുവരിയിൽ കയറിപ്പോവാം, എല്ലാം റെഡിയായതാണ് എന്ന് പറഞ്ഞ് കയറി വരുന്നു. അങ്ങനെ വന്ന് ഡിസംബറിൽ ആദ്യത്തെ വർക്ക് പെർമിറ്റ് റിജക്റ്റ് ആവുന്നു. ഓൾമോസ്റ്റ് അങ്ങനൊരു സംഭവം അതുവരെ അങ്ങനൊരു സംഭവം നടക്കാറില്ലായിരുന്നു. നോർമലി വർക്ക് പെർമിറ്റ് റിജക്ഷൻ ആർക്കും അങ്ങനെ വരാറില്ലായിരുന്നു. അതൊരാദ്യത്തെ സംഭവമാണ്. ഏജൻസിക്കാരോട് ചോദിച്ചിട്ട് അവർക്കും പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല എന്താണ് റിജക്റ്റ് ആവാനുള്ള കാരണം, കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ 1 അല്ല 2 അല്ല 3 റിജക്ഷൻ. ഓൾമോസ്റ്റ് ഓരോ തവണയും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് 1.5 മാസത്തോളം എടുക്കും അതിൻ്റെ ഒരു അപ്രൂവൽ വരാൻ വേണ്ടിയിട്ട്. കാത്തിരുന്നു. 3 തവണ റിജക്റ്റായി. അങ്ങനെ മെയ് മാസമായി. മെയ് ആയപ്പം വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട്. പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോവാം. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ നിർബന്ധം, പിന്നെ ഇങ്ങനെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരും. ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണില്ല. ആകെ മനസ്സ് മടുത്തൊരവസ്ഥയായിരുന്നു ശരിക്കും അന്നേരം. കാരണം അവിടെ നിന്ന് ഉണ്ടായിരുന്നൊരു ജോബ് കളഞ്ഞ് ഇവിടെ വീട്ടിൽ വന്ന് നിന്ന് നാട്ടുകാരുടെ വീട്ടുകാരുടെ ചോദ്യങ്ങൾ, ഇതിനുള്ള ഉത്തരങ്ങൾ, ആകെ മനസ്സ് മടുത്തൊരവസ്ഥയിൽ നിൽക്കുമ്പം എന്തായാലും എന്നാൽ പിന്നെ ഒന്ന് വന്നേക്കാം, എന്താണെന്ന് നോക്കാം, അങ്ങനെ വിചാരിച്ചു വരുന്നു. ഉടമ്പടി എടുത്തു. എല്ലാം അവൾ പറയുന്ന പോലെ ചെയ്യണം, പോവാം, ചെയ്യാം. അങ്ങനെ ആകെ ഒരു മടിയായിരുന്നു എല്ലാത്തിനും. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം, പത്രം കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആകെ ഒരു മടി. പിന്നെ അതങ്ങ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കൊക്കെ പോയ നമ്മുടെ നാട്ടിൽ തന്നെ അവിടുത്തെ കരുണാലയം എന്ന് പറഞ്ഞിട്ടൊരു ഓൾഡ് ഏജ് ഹോം പോലത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ അങ്ങനെ സ്ഥിരം അങ്ങ് പോവുക. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ പോകുന്നതിനോ അവിടെ നിൽക്കുന്നതിനോ. രാവിലെ സാധാരണ പോയി നമുക്ക് അവിടുത്തെ മോർണിംഗിൽ അവരുടെ ഒരു കെയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നോർമലി നമുക്ക് തിരിച്ചു പോരാം. ഞാനവിടെ പിന്നെ അങ്ങ് നീന്നു. പിന്നെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കൊടുക്കുന്നതിന് വൈകുന്നേരം വരെയൊക്കെ അവിടെ നിൽക്കും. വൈകുന്നേരം ആകുമ്പോഴേ പോരുള്ളൂ. അവിടെ നിൽക്കാനും അവരോടൊക്കെ സംസാരിക്കാനും മിണ്ടാനും, അവരും ഒരുപാട് കാര്യമായിട്ടുള്ള രീതിയിൽ നമ്മളോട് സംസാരിക്കാനും മിണ്ടാനൊക്കെ തുടങ്ങി. ആളുകളുമായിട്ട് ഒരുപാട് എടുക്കാൻ തുടങ്ങി. പിന്നെ ഞാനൊരു നേഴ്സും കൂടെ ആയതുകൊണ്ട് അവിടെയുള്ളവർ ഓരോരോ കാര്യങ്ങൾക്കൊക്കെ നമ്മളോട് ചോദിക്കാനും തുടങ്ങി. അവരുടെ മെഡിസിൻ്റെ കാര്യങ്ങൾ, ട്രീറ്റ്മെൻറ്റിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് അവിടെ എന്താ അവിടെ അങ്ങനെ ഒരു രസം, ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് നിന്ന് അവിടെ. കാര്യം പറഞ്ഞാൽ അന്നേരം ഞാൻ ശരിക്കും ഈ ഇവിടെ വന്ന് ഇതിൽ വെച്ച നിയോഗങ്ങളുടെ പോകാനുള്ള കാര്യം അതൊക്കെ ശരിക്കും അങ്ങ് മറന്നു തുടങ്ങി ശരിക്കും പറഞ്ഞാൽ. കാരണം അതൊക്കെ ഞാൻ ഒരുപാട് അവിടെ നിന്നപ്പം ഒരുപാട് അതൊക്കെ എൻജോയ് ചെയ്തു, അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ അങ്ങ് നിന്നു.
ഞാൻ കൊടുത്ത്, അതായത് ഇവിടെ വന്ന് മെയ് 4 എടുക്കുന്നു, ജൂൺ 14 ദിവസങ്ങൾ കഴിഞ്ഞു പോയതൊന്നും പെട്ടെന്ന് അറിഞ്ഞില്ല. 14-ാം തീയതി എൻ്റെ വർക്ക് പെർമിറ്റ് വന്നു. ഞാൻ ശരിക്കും വണ്ടറായിപ്പോയി. ഞാനൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, കാരണം എൻ്റെ OET വാലിഡിറ്റി ആ നവംബറിൽ തീരും. 2 വർഷമേ വാലിഡിറ്റി ഉള്ളൂ. കാരണം 3 തവണ റിജക്ഷൻ, ഓൾമോസ്റ്റ് 6 മാസം. ഞാൻ റിസൈൻ ചെയ്ത് വന്നിട്ട് 8 മാസത്തോളം പ്രസ്സായി. അങ്ങനെ എല്ലാം നോക്കുമ്പം ഇനി ആ OET വാലിഡ് ഒരിക്കലും ഉണ്ടാവില്ല, അതിനകത്തൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു പ്രതീക്ഷയേ ഇല്ലായിരുന്നു. അത് ഏകദേശം കഴിഞ്ഞു പോയി. മിക്കവാറും തിരിച്ചു പോവുക, വേറെ എവിടെയെങ്കിലും ജോലിക്ക് നോക്കുക എന്നൊക്കെയുള്ളൊരു കണക്കൂട്ടില്ലായിരുന്നു. ഒരു ദിവസം രാവിലെ ഏജൻസിയിൽ നിന്ന് അവരിങ്ങനെ മെസ്സേജ് അയക്കത്തു. കാരണം അവിടുത്തെ ടൈമിങ്ങുമായിട്ടുള്ള ഒത്തിരി വ്യത്യാസം, കാരണം അവിടെ നിന്നുള്ള അപ്രൂവൽ വരുന്നത് നമ്മുടെ ഒരു ആഫ്റ്റർനൂൺ ടൈമിലാണ് വരുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് വണ്ടറായിപ്പോയി. ATWS വന്നു. ഓക്കെ, പിന്നെ വിസയുടെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അന്നേരം ഞാൻ പിന്നെ ഇതിലേക്ക് തിരിച്ച് പെട്ടെന്ന് അതിലേക്ക് ചിന്തിക്കുന്നത്, ഞാൻ അതിൽ വെച്ച നിയോഗങ്ങളെക്കുറിച്ച് പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. പിന്നെ പത്രങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഈ നിയോഗങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകൾ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോയായിരുന്നു. ഇത് കിട്ടിയതോടുകൂടി പെട്ടെന്ന് ഞാൻ അതിലേക്ക് തിരിച്ചു വന്നു. ഒരുപാട് ബൈബിൾ വായിക്കുന്നതാകട്ടെ, കൊന്ത ചെല്ലുന്നതാകട്ടെ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പറ്റുമ്പോൾ ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വണ്ടിയിലിരുന്ന് അങ്ങ് ചെല്ലും. വീട്ടിൽ ചെല്ലാൻ പറ്റാത്ത ദിവസങ്ങളിൽ വീട്ടിലിരുന്ന് ഒരുമിച്ചിരുന്ന് ചെല്ലാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അങ്ങനെയൊക്കെയായി ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ. ശരിക്കും പ്രാർത്ഥനയിൽ കൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വരും. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് വരുന്ന, ചെറിയ പിള്ളേർക്ക് വരുന്ന പനി, ജലദോഷം, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കായാൽ പോലും പ്രാർത്ഥനാ നിയമങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് അന്നേരം തൈലം ഇവിടുന്ന് തന്ന തൈലം, ഉപ്പ് അങ്ങനെയുള്ളതെല്ലാം ഉപയോഗിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങളിൽ നമുക്കതിൽ നിന്ന് മാതാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കിട്ടി തുടങ്ങി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടായാലും ഞാൻ നിയോഗത്തിൽ വെച്ചായിരുന്നു, അവിടെ ചെന്ന് കഴിയുമ്പോഴായാലും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകാനും, നല്ലൊരു താമസ സൗകര്യം, അക്കോമഡേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അന്ന് നിയോഗങ്ങളിൽ വെച്ചിരുന്നു. ആ ഒരു നിയോഗങ്ങളിൽ വെച്ചിരുന്നതൊക്കെ പെട്ടെന്ന് തന്നെ ശരിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് 2 മാസത്തേക്കുള്ള അക്കോമഡേഷൻ തന്ന ആ ലാൻഡ് ലോഡ് എൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, നീ കണ്ടിന്യൂ ചെയ്തു, ഇവിടെ കുഴപ്പമില്ല. ഞാൻ ഓൾമോസ്റ്റ് 8 മാസം അവരുടെ കൂടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അത് വളരെ കമ്പാരിറ്റീവ്ലി നമ്മൾ വേറൊരു വീടോ കാര്യങ്ങളോ എടുത്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോസ്റ്റ് ആവേണ്ടത് എനിക്ക് 4-1 കോസ്റ്റ് പോലും അവിടെ ആവുന്നില്ലായിരുന്നു. അവരാണെങ്കിൽ സ്വന്തം ഫാമിലിയെ പോലെയുള്ള രീതിയിൽ കാണാൻ തുടങ്ങി. പുറത്ത് പോകുമ്പോഴൊക്കെ കൊണ്ടുപോവുക. വളരെ ഞാൻ റിയലി അവിടെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് പക്ഷേ അന്നേരം ഇവിടുന്ന് നമ്മുടെ ഇവിടുന്ന് എടുത്ത ഇത് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്നേരം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം പുറത്ത് പോയി ചെയ്യാൻ പറ്റത്തില്ല. ഹോസ്പിറ്റലുകളിൽ നമ്മൾ ആ ഡ്യൂട്ടിക്കുള്ള സമയങ്ങളിൽ പേഷ്യൻസിനോട്, അവരുടെ റിലേറ്റീവ്സിനോട് സംസാരിക്കുമ്പോഴും അവരുടെ സംശയങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരങ്ങൾ കൊടുക്കുമ്പോഴൊക്കെ അവരിൽ നിന്നുണ്ടാകുന്ന നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി, അത് വളരെ പറഞ്ഞാൽ അത് മനസ്സിലാവില്ല അത് എന്തായിരുന്നെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അഡാപ്റ്റേഷൻ്റെ പീരീഡ് ആയാൽ പോലും 6 ആഴ്ചയാണ് മിനിമം. അത് 12 ആഴ്ച വരെ പോവാം. ഞാൻ അന്നേരം കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് റിജക്റ്റായി, അതിൽ നിന്ന് റിജക്റ്റായി പോകുന്നത്. അതിലൊക്കെ റിജക്റ്റ് ആയാൽ പിന്നെ തിരിച്ചു വരിക എന്നല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. എനിക്ക് കിട്ടിയത് 2 മലയാളികളായ 2 സീനിയേഴ്സിനെ അവിടെ ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത, സെയിം ഹോസ്പിറ്റലിൽ 10 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തവരെ. അവരിത്രയും ബെനഫിഷ്യലായ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും എനിക്ക് ഒരുപാട് ഫ്രീഡം തന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുമുള്ള അവസരങ്ങൾ തന്ന് കൃത്യം 6 ആഴ്ച തികയണതിന് മുന്നേ എന്നെ അവരുടെ സൈൻ ഓഫ് കാര്യങ്ങളെല്ലാം ചെയ്തു. 6 ആഴ്ചയിൽ പേപ്പറുകളും കാര്യങ്ങളും ഫോർവേഡ് ചെയ്തു, പിൻ നമ്പർ കിട്ടി, എല്ലാം വളരെ ഭംഗിയായി നടന്നു. അന്നേരം തുടങ്ങി ഞാൻ ആഗ്രഹിക്കുന്നതാണ് തിരിച്ചിവിടെ വന്ന് ഇതുപോലെ ഇവിടെ നിന്നൊരിക്കൽ പറയാൻ കഴിയും. അതിനെല്ലാം എനിക്ക് ഒരുപാട് സപ്പോർട്ടായത് എൻ്റെ ഭാര്യയാണ്. അവളാണ് എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിശ്വാസം അതുണ്ട്. കാരണം ജനിച്ചതൊരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ്. പേരൻസ് വിശ്വാസമുള്ളവരാണ്, ഗ്രാൻഡ് പേരൻസ് അവരും വിശ്വാസമുള്ളവരാണ്. അപ്പം ആ രീതിയിലുള്ളൊരു വിശ്വാസം എല്ലാവരിലും ഉണ്ടെന്ന് പറയുന്നൊരു വിശ്വാസം. പിന്നെ അതൊക്കെ കുറേ മാറി അതിൽ നിന്നൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് വന്നതായിട്ട് എനിക്ക് തന്നെ മനസ്സിലാവാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കാൻ പറ്റുമ്പോഴൊക്കെ ബൈബിൾ വായിക്കും. അങ്ങനെ നല്ല രീതിയിൽ ഇപ്പോൾ കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങളിവിടെ വരുമ്പം ഇവള് ഉണ്ടായിട്ടില്ല, കാരണം ക്യാരിയിങ് ആയിരുന്നു ആ സമയത്ത് ഇവിടെ വരുന്ന സമയത്ത്. ഇപ്പോൾ അവൾക്ക് 7 മാസം കഴിഞ്ഞു, മാമോദിസയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനൊക്കെ കൂടെ എല്ലാം വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത്. മൂത്തയാളുടെ ആദ്യ കുർബാനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം ഭംഗിയായി നടന്നു. എല്ലാത്തിനും അനുഗ്രഹം ഒരുപാട് തന്ന യേശുവിനും മാതാവിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം അമ്മയുടെ ഒരു വലിയൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ഈ ഒരു കുടുംബം ഈ അൾത്താരയിൽ വന്നിരിക്കുന്നുണ്ട്. ഇപ്പം കുറേ നാളുകളായിട്ട് ഈ ദിവസങ്ങളിലൊക്കെയും
വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ വന്ന് ആൾത്താരയിൽ സാക്ഷ്യം പറയുവാനായിട്ട് പരിശുദ്ധ അമ്മ ഇടവരുത്തുന്നുണ്ട്. ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരിക്കും പലപ്പോഴും ഈ ചെറുപ്പമായിട്ടുള്ള ഈ കുടുംബങ്ങൾ വന്ന് സാക്ഷ്യം പറയുന്നത്. കാരണം വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടെന്ന്, അല്ലെങ്കിൽ ഉടമ്പടിയിലൂടെ ആ വിശ്വാസത്തെ ജ്വലിപ്പിക്കുവാൻ സാധിക്കുമെന്ന് നൽകുന്ന വലിയൊരു സന്ദേശം കൂടിയാണ്. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് സത്യസന്ധമായിട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കൊരു ജനിച്ച് വീഴുമ്പോൾ അല്ലെങ്കിൽ സ്വാഭാവികമായൊരു നോർമൽ ഫെയ്ത്തിൽ നിന്ന് ഈ വിശ്വാസത്തിനെ കുറച്ചൊന്ന് മാറ്റുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ആ ഒരു മാറ്റത്തിന് ഇവിടെ ഉടമ്പടിയിലെ നിയോഗങ്ങളുടെ മാറ്റങ്ങൾ വന്നതും വ്യക്തിപരമായിട്ട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഉടമ്പടിയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം ഈ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമല്ല, ഇതിൻ്റെയൊക്കെ പിന്നിൽ കുറച്ചൊക്കെ പ്രവർത്തിച്ചിറങ്ങി തിരിക്കണമെന്നുള്ള കർത്താവിൻ്റെ മനസ്സ് ഇതിൽ വെളിപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പല സാക്ഷ്യങ്ങളും ഇതുപോലെ എൻ്റെ അടുത്തൊരു അനാഥാലയം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടാണെന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് സാക്ഷ്യം പറയാറുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ മേലാതിരിപ്പുണ്ട്. കാരണം ഉടമ്പടി ജീവിക്കാനായിട്ടുള്ളൊരു പരിശ്രമത്തിൽ, അതിൻ്റെ സാധ്യതകളുടെ ഒരു പഠനത്തിൽ നമ്മളിങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പം, ദൈവം ഇറങ്ങിത്തിരിക്കുന്നത് ഒരൊറ്റ പ്രത്യാശയിലാണല്ലോ, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളൊരു പ്രത്യാശ. അപ്പോൾ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ തടവറയിലായിരുന്നു, എനിക്ക് വസ്ത്രമില്ലായിരുന്നു. അപ്പം എപ്പോഴൊക്കെയാണോ തിരികെ കിട്ടത്തില്ല എന്ന്, അതല്ലെങ്കിൽ നമുക്കൊരു ബന്ധവുമില്ലാത്ത, ഒന്നും പ്രതീക്ഷിക്കാത്ത നന്മകൾ ഈ ഒരു ഉടമ്പടിയിലൂടെ ഒരു വ്യക്തി ചെയ്യാനായിട്ട് തുടങ്ങുമ്പം പിന്നെ അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം. കാരണം ദൈവനാമത്തിലാണ് ഇറങ്ങിത്തിരിക്കണതും പ്രേക്ഷിത പ്രവർത്തനം. അപ്പം ഈ ഒരു ഉത്തരവാദിത്തത്തെ ദൈവം ആശീർവദിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നേരത്തെയും പറഞ്ഞതുപോലെ, ഇപ്പോൾ ചിലർ പറയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ മാതാവ് അത് കേൾക്കുമെന്ന് പറയണത്. മാതാവ് ഇങ്ങനൊരു ഉത്തരവാദിത്തം ചെയ്യാനായിട്ട് എല്ലാ വ്യക്തികളെയും ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിൽ 1-2 ലക്ഷം പേര് കുറച്ച് ഉഴപ്പിപ്പോകുന്നവരെ മാറ്റി നിർത്തിയാലും ബാക്കിയുള്ളവർ സത്യസന്ധമായിട്ട് ഇത് ചെയ്യുന്നവരാണ്. അതായത് ഒരുപാട് ഇടങ്ങളിൽ, ഒരുപാട് ആതുരാലയ സേവനങ്ങളിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട്, കുളിപ്പിക്കാനും, ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പേരുടെ സന്തോഷത്തിന് ഇത് കാരണമാകുന്നുണ്ട്. ഒരു ബന്ധമില്ലാത്തവരുടെ സമയം സ്പെൻഡ് ചെയ്ത് അവരുടെയൊക്കെ കുടുംബത്തെ പോലെ. അപ്പോൾ ഇതൊക്കെ ദൈവം മുകളിൽ നിന്ന് കാണുവാണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കുള്ള അനുഭവം ഉണ്ടാകുന്നത്. ഇത്രയും പേര് ചെയ്യുന്ന നന്മകളുടെ ഒരു ഉത്ഭവസ്ഥാനം എന്ന് പറയുന്ന ഈ അൾത്താരയിലെ പ്രത്യക്ഷീകരണം. അതുകൊണ്ടാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ പോലും വലിയ അനുഭവങ്ങൾ ലഭിക്കുന്ന ഈ ഒരു വലിയൊരു അക്ഷയ ഖനിയിൽ നിന്നാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഒരാൾ ചെയ്യുന്നതിൻ്റെയും ഒരനുഭവത്തിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെയും കിട്ടുമല്ലോ. കാരണം ഇവിടെ നിന്നാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ഒരു തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഉടമ്പടി ശക്തമാകുന്നത് നമ്മൾ വീട്ടിനകത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടല്ല, പുറത്തിറങ്ങി ദൈവനാമത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അതിന് ഏറ്റവും വലിയ മാതൃക ഈശോയുമാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലാണ് ദൈവാനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയുടെ മൂല്യം ഇരിക്കുന്നതെന്ന് വ്യക്തികൾ മനസ്സിലാക്കി വ്യക്തമായിട്ട് അതിനുള്ള സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിശ്വാസ തീക്ഷ്ണതയുടെ കൈമാറ്റത്തിന് ഉടമ്പടി സഹായിച്ചു. പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തെ പ്രതിയും ഒപ്പം ഇവരെ വിശ്വാസ യാത്രയിൽ മുൻനിർത്തിയ എല്ലാ ഘടകങ്ങളെ പ്രതിയും ഇവർ ചെയ്ത നന്മകളെ പ്രതിയും മുടക്കാതെയുള്ള പ്രാർത്ഥനകളെല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹത്തെയും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് ശരത് എന്നാണ്. ഞാൻ കുമ്പളങ്ങിയിൽ നിന്നാണ് വരുന്നത്. ജീവിതത്തിൽ പല സമയത്തും കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത് പലപ്പോഴും ശരിയല്ലാത്ത വാർത്തകളായിരുന്നുവെന്ന് ജീവിതം കൊണ്ട് അനുഭവപ്പെട്ട ഒരാളാണ് ഞാൻ. 2022 ജൂലൈ മാസം 27-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടിക്കായി എത്തുന്നത്. അതിനു മുൻപ് 3 തവണ ഇവിടെ വന്നിട്ടുണ്ട്. അതിനു മുൻപ് കൃപാസനത്തെക്കുറിച്ച് കേട്ട വാർത്തകളൊക്കെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന വാർത്തകളായിരുന്നു. ആ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം എതിർക്കും. ഈ വാർത്തകളെ സംബന്ധിച്ച് ഒരാൾ കൃപാസനത്തിൽ പോകണമെന്ന് പറയുമ്പോഴും കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എല്ലാം ആദ്യം എതിർത്തിരുന്നു. എൻ്റെ ആൻറ്റിയും ഇതുപോലെ കൃപാസനത്തിൽ എല്ലാ മാസങ്ങളിലും വരുമ്പോൾ ഞാനെന്തോ അന്ന് എതിർത്തിരുന്നു. പക്ഷേ അവരൊന്നും വലിയ കാര്യമായി പ്രതികരിച്ചിരുന്നില്ല. എൻ്റെ എതിർപ്പിനെല്ലാം ഒരു ചിരിയോടുകൂടിയാണ് നേരിട്ടത്. ഇപ്പോൾ ഞാനും എനിക്ക് നേരെ വരുന്ന ചോദ്യങ്ങളെല്ലാം ആ ചിരിയോടുകൂടി തന്നെയാണ് നേരിടുന്നത്. കാരണം എനിക്കറിയാം ഇവിടെ എന്ത് നടക്കുന്നു, ഇവിടെ എന്ത് മാറ്റം ഉണ്ടാകുന്നു, നമ്മൾക്ക് എന്ത് വ്യത്യാസം വരുന്നുവെന്ന് എനിക്കിന്നിവിടെ അറിയാം. 22-ൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അടുത്ത ഉടമ്പടിക്ക് മുൻപ് 90 ദിവസത്തിന് മുൻപ് ഒരു 3 തലമുറകളായി എൻ്റെ വീടുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന പ്രശ്നങ്ങൾ, സ്ഥലത്തിന് കൃത്യമായ രേഖകളില്ല, അത് അവകാശികളുമായി ബന്ധപ്പെട്ട തർക്കം, ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നത് ആദ്യത്തെ 90 ദിവസത്തിനുള്ളിൽ ഈശോ പരിഹരിച്ചു തന്നു പരിശുദ്ധ അമ്മയിലൂടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. കാരണം അതുവരെ അവകാശികൾ തമ്മിൽ വലിയ തർക്കങ്ങൾ, വലിയ പ്രശ്നങ്ങൾ, ഒരിക്കലും യോജിക്കില്ല എന്ന രീതിയിൽ പറയുന്നു. നമ്മുടെ പേരിൽ ഒരു കടലാസ് പോലും ഇല്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി അവസാനം
ഈ ഉടമ്പടിക്ക് ശേഷം ഉടമ്പടിയുടെ 2ാമത്തെ നിയോഗമായിട്ടാണ് ഞാനത് വെച്ചത്. ആ നിയോഗത്തിന് ആ സമയം മുതൽ ഞാനത് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു. ആ പ്രാർത്ഥന ഈശോ കേൾക്കും. നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും കണ്ണുനീരുകൾ ഈ മണ്ണിൽ വീഴുമ്പോൾ അതെല്ലാം അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനും അങ്ങനെ പ്രാർത്ഥിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ പിന്നീടൊരു അവസരത്തിൽ അടുത്തൊരു കോംപ്രമൈസിന് വേണ്ടി ശ്രമിക്കണം എന്ന് തോന്നി. അതിൻ്റെ ശ്രമഫലമായി വളരെ പെട്ടെന്ന് എല്ലാവരും കോംപ്രമൈസിന് തയ്യാറായി. അതുവരെ അടുത്തിരുന്നില്ല, നേരെ നോക്കിയിരുന്നില്ല, സംസാരിച്ചിരുന്നില്ല, ഇങ്ങനെയുള്ള ആളുകളെല്ലാം വളരെ പെട്ടെന്ന് കോംപ്രമൈസിലേക്ക് എത്തുകയും പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുകയും അവസാനം കോടതി മീഡിയേഷനിലൂടെ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്തു. ഇത് ആ സമയത്ത് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം പറയാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവസാനിക്കുകയും സ്ഥലം എല്ലാവരുടെയും പേരിലാകുകയും പ്രശ്നങ്ങൾ അവസാനിക്കുകയും ചെയ്തത്. ഒരു പഴയ വീട്ടിൽ താമസിച്ചിരുന്നുകൊണ്ട് ആ വീടിങ്ങനെ ഒരു പുഴയുടെ തീരത്താണ്. ആ വീടിങ്ങനെ ചരിഞ്ഞ് പോകുന്നത് നമ്മളിങ്ങനെ പേടിയോടുകൂടിയാണ് ഓരോ ദിവസം കാണുന്നത്. മഴ പെയ്യുമ്പോൾ അകത്ത് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു, ചുറ്റുപാടും പുഴയിൽ നിന്ന് വെള്ളം കയറുന്നു. അപ്പോൾ ഒരു വീട് സുരക്ഷിതമല്ലാത്തൊരു താമസ സ്ഥലം അത് ഇല്ലാത്തവരെ സംബന്ധിച്ച് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങനെ വീട്ടിൽ താമസിച്ച ഒരാൾക്ക് സ്വന്തമായി പേരിൽ ഒരു സ്ഥലം കിട്ടുക, ആ സ്ഥലത്തിലേക്ക് ഒരു വീട് പണിയാനുള്ള ആഗ്രഹം അവിടെ മുതൽ ഉണ്ടാകുക എന്നുള്ള ഒരു കാര്യമാണുള്ളത്. പരിശുദ്ധ അമ്മ വലിയ അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിന് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. തർക്കങ്ങളിലുള്ള എല്ലാവർക്കും വലിയ അനുഗ്രഹങ്ങളായത് മാറുകയാണ്. ഒരുപക്ഷെ ഉടമ്പടി എടുത്തത് ഞാനായിരിക്കും, പക്ഷേ അതിലൂടെ അനുഗ്രഹങ്ങൾ ഒരുപാട് പേർക്ക് ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉടമ്പടി നമ്മൾ ഒരാളെ മാത്രമല്ല, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഒരുപാട് മാറ്റിമറിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട അനുഭവം, ഏകദേശം ഒരു 8 വർഷത്തോളമായി ഞാൻ എൻ്റെ പഠനം MA നെറ്റ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് പലപ്പോഴും പല താൽക്കാലികമായ ജോലികളും ലഭിച്ചിരുന്നു. ഏറ്റവും വലിയ ആഗ്രഹം ഒരു കോളേജ് അധ്യാപകനാകുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. 2016 മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും ഞാൻ കൊന്തയിൽ പ്രാർത്ഥിക്കും, ബൈക്ക് ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കും, ബസ്സിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കും, എല്ലാം ഞാൻ പ്രാർത്ഥിക്കും. പക്ഷേ എൻ്റെ ഇവിടെ 1ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് മാതാവ് എനിക്ക് ഒരു കോളേജ് അധ്യാപകനായിട്ട് ജോലി തരണമെന്നാണ്. അതിൻ്റെ 1-2 ഘട്ടങ്ങൾ പിന്നിട്ടു. ആദ്യത്തെ 27-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. 29-ാം തീയതി PSCയുടെ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വരെ അതിനകത്ത് ഞാൻ 31-ാമനായി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അവിടെയും അതൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. പക്ഷേ അതിനുശേഷം എനിക്ക് മറ്റൊരു ജോലി കിട്ടി. ഒരു കോളേജിൽ ഞാൻ LD ക്ലർക്കായിട്ട് ജോയിൻ ചെയ്തു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമെല്ലാം ആ കോളേജിലെ എല്ലാ സ്റ്റാഫിനും ഞാൻ നൽകാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. പത്രം വിതരണം ചെയ്യുക, എൻ്റെ ജീവിതത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുക. എത്ര പെട്ടെന്നാണ് മാതാവ് നമ്മുടെ ജീവിതത്തിൽ ടൈം ഷോർട്ടനിങ് എങ്ങനെ സംഭവിക്കുകയാണ്, നമ്മുടെ മെറിറ്റ് കൊണ്ടല്ലാതെ എങ്ങനെയാണ് ദൈവം നമ്മുടെ ഇടയിൽ ഇടപെടുന്നത് എന്നൊക്കെ എനിക്ക് ഒരുപാട് പേരോട് പറയാൻ പറ്റിയ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ LD ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലും എൻ്റെ ആഗ്രഹം ഒരു കോളേജ് അധ്യാപകനാകുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതെങ്ങനെ സാധിക്കും? നമുക്കറിയാം, നമ്മുടെ സാഹചര്യങ്ങളിൽ ഒരു അധ്യാപകനാകാൻ ആ ഒരു തസ്തികയിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോണ്ടാകുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഈശോ മാതാവിലൂടെ നൽകിയ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസം 5-ാം തീയതി എനിക്ക് എറണാകുളത്തുള്ളൊരു കോളേജിൽ പെർമനൻ്റായി അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിൽ ജോലി കിട്ടി. ഈശോ നൽകിയ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പോവുകയാണ്. ബൈബിൾ വായിക്കുക എന്നുള്ളത് ആദ്യഘട്ടങ്ങളിൽ, ഉടമ്പടിയുടെ ആദ്യഘട്ടത്തിൽ വിട്ടുപോയിരുന്നു. അതിങ്ങനെ മുറിഞ്ഞു പോയിരുന്നു പലപ്പോഴും. പക്ഷേ ബൈബിൾ വായിക്കാൻ എൻ്റെ ഒരു അധ്യാപിക എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നു, നിങ്ങൾ ബൈബിൾ വായിക്കുക എന്നുള്ളത്. ബൈബിൾ വായിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം വലിയ മാറ്റങ്ങളാണ് ഈ ബൈബിളിലൂടെ നമുക്ക് കിട്ടുന്നത്. ബൈബിൾ വായിക്കുന്നതിലൂടെ നമ്മളെ തന്നെ മനസ്സിലാക്കുകയാണ്. ഈശോയെ കൂടുതൽ അടുത്ത് അറിയുന്ന ഒരവസ്ഥയുണ്ട്. പ്രാർത്ഥനാപൂർവമായ ഒരു ജീവിതം, ഒപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ടുള്ള മനസ്സിലെ ഒരു തീരുമാനം. പലപ്പോഴും സംഭവിക്കുക നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട്, അതാണല്ലോ ഉടമ്പടിയുടെ ഒരു അന്തസത്ത. മറ്റുള്ളവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ജീവിക്കാനുള്ളൊരു മനസ്സുണ്ടാകുന്ന സമയം മുതൽ വലിയ അത്ഭുതങ്ങളും മാറ്റങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ആശുപത്രികളിൽ രോഗികളെ സഹായിക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, വഴിയരികിൽ പൊതിച്ചോറ് വിതരണം ചെയ്യാൻ, ഒപ്പം അടുത്തുള്ള രോഗികളെ സന്ദർശിക്കാൻ, ഹോസ്പിറ്റലിലെത്താൻ, അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും പോയി അവർക്ക് ഭക്ഷണം കൊടുക്കാനും എല്ലാം എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും അത് ശ്രമിക്കും. ഉടമ്പടി ഒരു ജീവിതചര്യ പോലെയാണ്. കാരണം കഴിഞ്ഞുപോയ കാലങ്ങളിലെ പല കുറവുകളെയും ഉടമ്പടിയിലൂടെ നികത്താൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ഈശോ എനിക്ക് വലിയ അനുഗ്രഹങ്ങൾ തരും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈശോ വലിയ അനുഗ്രഹങ്ങൾ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻ്റെ നേർക്ക്, ഇപ്പം ഞാനൊരു ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ നിൽക്കുന്ന ഒരാളാണ്.
കാരണം ഒരു കോളേജ് അധ്യാപകൻ എന്ന രീതിയിൽ ഒരു PhD വിദ്യാർത്ഥി എന്ന രീതിയിലെല്ലാം ഞാൻ കാണുന്ന ആളുകളെല്ലാം ഉയർന്ന ബിരുദങ്ങളുള്ളവരും വലിയ അറിവുള്ളവരുമാണ്. അവരൊക്കെ ആദ്യം ചെയ്യുന്നത് ഇതുപോലുള്ള പ്രാർത്ഥനയെയും വിശ്വാസത്തെയും എതിർക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്കൊരിക്കലും ഞാൻ അവരോട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കാറില്ല. എതിർത്ത് സംസാരിക്കുന്നതോറും അവർ കൂടുതൽ നമ്മളെ എതിർക്കാനുള്ളൊരു ശ്രമം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ജീവിതം കൊണ്ട് നമുക്കവരെ നിരന്തരമായി തിരുത്താൻ, അവർക്ക് മാറ്റങ്ങൾ വരുത്താൻ, നമ്മളിലൂടെ അവർ വിശ്വാസത്തിലേക്ക് വരും. കാരണം എന്നിലൂടെ, എൻ്റെ വാക്കുകളിലൂടെ, എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിലൂടെ ഒരുപാട് പേർ കൃപാസനത്തിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതെൻ്റെ ബന്ധുക്കളായിരിക്കും, എൻ്റെ സുഹൃത്തുക്കളായിരിക്കും, എൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കും, എന്നെ കേട്ടിട്ടുള്ളവരായിരിക്കും, എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ടുള്ളവരായിരിക്കും, എൻ്റെ വാട്സപ്പ് മെസ്സേജുകൾ കണ്ടിട്ടുള്ളവരായിരിക്കും. ഇങ്ങനെ ധാരാളം പേര് എന്നിലൂടെ കൃപാസനത്തിലെത്തിയിട്ടുണ്ട്. അതൊരു അഹങ്കാരമോ അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടോ ഞാൻ പറയുകയല്ല, മറിച്ച് ഒരു സുവിശേഷ സാക്ഷിയാകാനോ സുവിശേഷത്തിന് ഒരു മുഖമാകാനോ ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഉടമ്പടി നൽകുന്ന വലിയൊരു അനുഗ്രഹം. ഉടമ്പടി ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. മാതാവ് നമ്മുടെ കയ്യിൽ പിടിക്കുകയാണ്. നമ്മൾ മാതാവിൻ്റെ കയ്യിൽ പിടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മാതാവ് നമ്മുടെ കയ്യിൽ പിടിക്കും. ആ കയ്യിലെ പിടുത്തം ഒരിക്കലും വിട്ടുപോകില്ല. ആ ഉടമ്പടി, ആ ഒരു മാതാവിൻ്റെ സ്പർശം, ഈശോയോടുള്ള അടുപ്പിച്ച് നിർത്തൽ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും നമുക്കുണ്ടാകും. ആ ഉടമ്പടിയുടെ ഒരു മഹത്വത്തിലും സ്നേഹത്തിലും ചൈതന്യത്തിലും നിന്നുകൊണ്ട് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിനും അമ്മ മാതാവിനും നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു കോളേജ് അധ്യാപകൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തിയിട്ടുണ്ട്. അതിൽ ഏറെ പ്രധാനപ്പെട്ടത് തനിക്ക് കിട്ടിയൊരു ഈ തസ്തികയിലേക്ക് കോളേജ് അധ്യാപനത്തിൽ ഒരു സ്ഥിരം ജോലി കിട്ടിയതും അപ്പോൾ ഈ ഉടമ്പടിയിലേക്ക് വന്ന യാത്രയും എല്ലാം വളരെ ചുരുങ്ങിയ ഭാഷയിൽ വ്യക്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നതോടൊപ്പം ഇതിലേറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ആദ്യം പറഞ്ഞതാണ് 40 വർഷങ്ങളോളം നിന്നിരുന്ന ഒരു കാര്യത്തിൽ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളെല്ലാം ഉടമ്പടിയിൽ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പം അസാധ്യമായിട്ട് ഇരുന്നൊരു കാര്യം, ഒരു തർക്കം ആയിട്ടിരുന്നൊരു സ്ഥലത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഉടമ്പടിയിൽ വന്നതിന് ശേഷം മാതാവ് സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നു. പിന്നീട് നെക്സ്റ്റ് സെറ്റിൽമെൻറ്റ് ലൈഫിൽ ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി ലഭിക്കുന്നു. പിന്നീട് എന്താണോ ഉടമ്പടിയിൽ നിയോഗമായിട്ട് ആഗ്രഹിച്ചു വെച്ചിരുന്ന ആ ജോലിയിലേക്ക് തന്നെ സ്ഥിരമായിട്ട് കയറുവാനായിട്ടും, മൂന്നാമത് അതിനേക്കാളും അപ്പുറം വ്യക്തിപരമായിട്ട് ലഭിച്ചൊരു ബോധ്യമുണ്ട്. ഒരു പക്ഷേ ഈ പഠനവും റിസർച്ചും ഒക്കെ ആയിട്ട് നിൽക്കുന്നൊരു മൈൻഡിലോട് തന്നെ ഒരു പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്നതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊക്കെ ഒന്ന് പഠിക്കുവാനായിട്ടുള്ളൊരു ശ്രമം ഇത് തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയെക്കുറിച്ചും ഉടമ്പടിയുടെ ഡയമെൻഷൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുവിശേഷ കൈമാറ്റമാണ് ഇതിൻ്റെ ലക്ഷ്യം. നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ തിരുമുൻപിൽ അത് നമുക്ക് കിട്ടുന്ന പ്രാർത്ഥനയുടെ മൂല്യമായിട്ടൊക്കെ വരുമെന്നുള്ളൊരു വ്യക്തമായിട്ടൊരു പഠനവും, ഒപ്പം അതിന് വ്യക്തിപരമായിട്ട് പറയാൻ പറ്റുന്ന എന്നാൽ ശക്തമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ട്. ഒപ്പം ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിലൂടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിലൂടെ അല്ലെങ്കിൽ സാക്ഷി ജീവിതത്തിലൂടെ ഒരുപാട് പേര് ഇങ്ങോട്ട് വരാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അത് ഒരു ദൈവത്തിന് മുൻപിൽ ഒരു ക്രെഡിറ്റായിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒപ്പം ആയിരിക്കുന്നിടങ്ങളിൽ സ്വാഭാവികമായിട്ടും എപ്പോഴും പഠിച്ചവരും അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ മുന്നോട്ട് പോകുന്നവർക്കും ആദ്യം തള്ളിപ്പറയാനായിട്ട് അല്ലെങ്കിൽ മേൽക്കോയ്മ കാണിക്കുവാനായിട്ട് ആദ്യം ചെയ്യുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തള്ളിപ്പറയുക എന്നുള്ളതാണ്. അവരുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവ സാന്നിധ്യത്തെ ഉറപ്പിക്കുന്നൊരു ജീവിതം നയിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒരു തർക്കത്തിലേക്ക് ദൈവത്തെ ഒരു വാഗ്വാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ ജീവിതത്തിൽ നിന്ന് അവർ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ദൈവികമായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള രീതി. അത് വ്യക്തിപരമായിട്ട് ഒരു പക്ഷേ അത് കൂടുതൽ ദൈവം അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അത് തൻ്റെ സുഹൃത്തുക്കൾക്കൂടെയിലൂടെയൊക്കെ ഒരുപാട് ഉടമ്പടി എടുക്കാൻ വരുമെന്ന് പറയുമ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് ഇവിടെ ആൾ കൂടുന്നത് എന്നുള്ളത് അതിനേക്കാൾ ഉപരി ഉടമ്പടി എന്താണെന്നുള്ളത് പ്രാർത്ഥിച്ചൊരുങ്ങുന്നവർക്കറിയാം. ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ ദൈവം അനുഭവം നൽകുവാനായിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടക്കുന്ന ഒരു വലിയൊരു അത്ഭുത പ്രാർത്ഥനയാണ്. ഇതിൽ പരിശുദ്ധ അമ്മ കൂടെ നിന്നുകൊണ്ട് ഇതിനെ സഹായിക്കുന്നു. കാരണം ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് പ്രത്യക്ഷീകരണമാണ്. അപ്പോൾ അതുതന്നെയാണ് ഈ ഒരു സ്വർഗീയമായൊരു പ്രാർത്ഥനയ്ക്ക് ദൈവം ഇത്രത്തോളം അനുഭവങ്ങൾ കൊണ്ട് ഓരോ ദിവസവും ശക്തി നൽകുന്നത്. അതിൽ എല്ലാ മതത്തിൽ നിന്നുള്ളവരും പ്രായത്തിൽ നിന്നുള്ളവരും ഒക്കെ അനുദിനം ഇങ്ങനെ സാക്ഷ്യം പറയാൻ വരുന്നതിൻ്റെ പിന്നിൽ ദൈവം ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ വേറെ ഒരു അടിസ്ഥാനവും ഇതിനില്ല. കർത്താവ് ഇതിനെ ആശീർവദിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പറയുവാനായിട്ട് ജീവിതത്തിൻ്റെ എല്ലാ തുറയിൽ നിന്നും ആളുകൾ ഇവിടെ വരുന്നേരെ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ വഴി
ഈ ഒരു വ്യക്തിക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും ആ ബോധ്യത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത എല്ലാ കാര്യങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.